600 കിതാബ് ഉണ്ടാക്കി ഇപ്പോഴും കിതാബ് ഉണ്ടാക്കുന്ന ഒരാളാണ് പ്രഭാഷണത്തിന്റെ ആരംഭത്തിൽ മര്യാദക്കേട് പേടിച്ചിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞത്. ഇനി ഒന്നും പ്രസംഗിക്കണ്ട, ഇനി എന്തിനാ പ്രസംഗിക്കുന്നത്? അതാണ് പ്രസംഗം. ഇന്നൽ മലായികത ലതലൗ അജ്നിഹതഹാ ലിതാലിബിൽ ഇൽമി റിളം ബിമാ യസ്ന മുഹമ്മദ് മുസ്തഫ. മലക്കുകൾ നിശ്ചയം താഴ്ത്തി കൊടുക്കും അജ്നിഹതഹ അവരുടെ ചിറകുകൾ ലിതാലിബിൽ ഇൽം ഇൽമ പഠിക്കുന്ന വ്യക്തിക്ക്. നമ്മൾ മൗലമാരെ കണ്ട താളമടക്ക് അയച്ചിടലുണ്ടല്ലോ, അങ്ങനെ അർത്ഥം വെക്കത്. മുത്താലിമീങ്ങളെ കണ്ട മലക്കുകൾക്ക് ഒരു ബഹുമാനാണ്. എന്തേ അവരെ ഐറ്റും വെറ്റും അവര് വന്ന വണ്ടി കണ്ടിട്ടൊന്നുമല്ല, ഞാൻ തെറ്റിദ്ധരിക്കണ്ട എന്നതുകൊണ്ടാണോ ആവോ എനിക്കറിയില്ല. അരിളം ബിമായസ്ന അവരെടുക്കുന്ന പണിയുടെ ക്വാളിറ്റി കൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ. അത് പഠിച്ച് ആ ഉദ്യാനത്തെ എലന്തത്തോട്ടമാക്കി അതിലെ രാജകുമാരനായി ഞങ്ങൾക്കൊക്കെ വെള്ളവും വളവും തന്ന് ഞങ്ങളിൽ വല്ല ഹൈറുകളും നിങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അതിന്റെ ഹേതുകം ഈ ആത്മീയ ചക്രവർത്തിയാണ്, ഈ ജ്വലിച്ചു നിൽക്കുന്ന നജ്മ. വന്നജ്മി യഥാർത്ഥ പണ്ഡിതൻ തന്നെയാണ് സത്യം. ഇതാ ഹവ ഖബറിന്റെ അടിയിലേക്ക് പോയാൽ ഖുർആൻ സത്യം ചെയ്തതാണ്. ആമിലായ ആലിമിനെ ഖുർആൻ സത്യം ചെയ്തതാണ്. ഇവിടെ അല്ല അശ്റത്തുൽ മുബശ്ശറ എന്നൊരു വാക്ക് വന്നില്ലേ, ആരെടുന്ന വന്നേന്നാവും അല്ലേ? പിന്നെ പ്രകാശന സമയത്തില്ലേ? അപ്പോഴാ അതുകൊണ്ടാണ് ഞാൻ വൽ ഫജ്രി ഓതിയത്. അത് കേട്ടപ്പോഴാ ഓതിയത്. വൽ ഫജ്ർ ആലിമിനെ കുറിച്ചാണ് പറയുന്നത്. വൽ ഫജ്ർ പ്രഭാമയമായ പരിശുദ്ധ റസൂല് തന്നെയാണ് സത്യം. വലയാലിൻ അശർ അൽ അശറത്തുൽ മുബശ്ശറ തന്നെയാണ് സത്യം. എന്താണ് അങ്ങനെ സത്യം ചെയ്യാൻ കാരണം? അവർ സ്വാംശീകരിച്ച വൈജ്ഞാനിക പ്രഭാകിരണമാണ്. അവർ നെഞ്ചിൽ വഹിച്ച വിളക്കാണ്. ഖുർആൻ ഉടനീളം അതാണ്. ഇൽമിന്റെ മേലെ വേറെ ഒന്നുമില്ല. അതാണ് മഹാനായ ഉസ്താദ് തുടക്കത്തിൽ അതിന്റെ ഏറ്റവും വലിയ മര്യാദയാണ് അറിയിച്ചത്. അതുകൊണ്ടാണ് ചിന്തിക്കണേ. ആദ്യം മഹാനരായ ഉസ്താദ് പറഞ്ഞത് ബയാനുൽ ഉലൂമിന്റെ സദസ്സിലേക്ക് ക്ഷണിച്ചാൽ പോവാതിരുന്നാലുള്ള മര്യാദക്കേട് പേടിച്ചുകൊണ്ടാ വന്നത് എന്നാ. രണ്ടാമതൊരു വാക്ക് കൂട്ടിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാനേ ശ്രദ്ധിച്ചു. രണ്ടാമതൊരു വാക്ക് കൂട്ടി എന്താണെന്നറിയോ? പറ്റക്കുറക്കല്ലിട്ടോ. രണ്ടാമതൊരു വാക്ക് കൂട്ടി എന്താണെന്നറിയോ? ഞാൻ വളർന്നു വരുന്ന ഉസ്താദുമാർക്കും പണ്ഡിതന്മാർക്കും പ്രേരണയായിട്ടാണ് വന്നത്. രണ്ടും കൂടി വായിച്ചാൽ അതിന് വലിയൊരു വിഷയം ഉണ്ടാവും. മുത്താലിമീങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. ഉസ്താദ് പൊതുവെ സാസിൽ പ്രത്യക്ഷപ്പെടുക എന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. ഒന്നുകിൽ ബദ്രുദ്ദീൻ അൻവരി ആയിരിക്കണം, അല്ലെങ്കിൽ ജലീൽ റഹ്മാനി ആയിരിക്കണം, അല്ലെങ്കിൽ ഉബൈദുൽ ഹസനി ആയിരിക്കണം. അതന്നെ വൈജ്ഞാനികമായ സേവനായിരിക്കണം, വിജ്ഞാനത്തെ പ്രോത്സാഹിപ്പിക്കാനായിരിക്കണം. ഞങ്ങൾ ആരെങ്കിലും ഒരു ടെക്സ്റ്റൈൽസ് അഥവാ തുറന്നിട്ട് ഉദ്ഘാടനത്തിന് വിളിച്ചാൽ ഉസ്താദ് വരൂല. ജ്വല്ലറി തുറന്നിട്ട് അങ്ങനൊന്നും ഞങ്ങൾക്ക് ഏർപ്പാടില്ല കേട്ടോ. ചീത്തതാണെന്നുള്ള അർത്ഥമല്ല, ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി സാറൂട്ടി ജ്വല്ലറി തുറന്നു എന്നിട്ട് ഉസ്താദിനെ വിളിച്ചാൽ ഉസ്താദ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഉസ്താദിന്റെ ശിഷ്യന്മാരിൽ ഒരു മുദരീസ് വരണമെന്ന് പറഞ്ഞാൽ ക്ഷീണിതനാണെങ്കിലും വരും, ക്ഷീണിതനാണെങ്കിലും വരും. അത് നമുക്കൊക്കെ വലിയൊരു മാതൃകയാണ്. എന്തേ? ഇൽമാണ്. ഇൽമിന്റെ മേലെ വേറെ ഒന്നുമില്ല. وعلمك ما لم تكن تعلم وعلم آدم الأسماء كلها. ആദം അലൈഹിസ്സലാമിന് 7 ലക്ഷം ഭാഷയാണ് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തത്. എന്നാൽ മുത്തുനബിക്ക് എത്രയാണെന്ന് പറയാതെ കൃത്യമായി, വളരെ വ്യക്തമായി, വളരെ ശക്തമായി അതിന്റെ പ്രവിശാലതയുടെ അറ്റം അളക്കാൻ കഴിയാതെ പറയുകയാണ്. വഅല്ലമക മാ ലം തകുൻ തഅലോ, അറിയാത്തതൊക്കെ അങ്ങേക്ക് പഠിപ്പിച്ചു യാ റസൂലല്ലാഹ്. ആദം നബിക്ക് 7 ലക്ഷം ഭാഷ, മുത്തുനബിക്ക് എത്ര ഒന്നും പറയാൻ പറ്റൂല. അത് അല്ലാഹു റസൂല് മാത്രമുള്ള ഒരു സ്വകാര്യമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും അതിൽ കൃത്യമായ അളവറിയില്ല. ഒരിക്കൽ അള്ളാന്റെ ഹബീബ് കാഫ് ഹായ ഐൻ സാദ്
എന്നതിനെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം അതിന്റെ തഫ്സീർ എന്താന്ന് വെച്ചപ്പോ പറഞ്ഞെടുത്ത ജിബ്രീൽ പറഞ്ഞു, എനിക്കിത് അറിയില്ലല്ലോ യാ റസൂലല്ലാഹ്. കാഫ് അലൈസല്ലാഹു ബികാഫിൻ അബ്ദ ഹാ إنك لتهدي إلى صراط مستقيم يا هو الذي أيدك بنصره عين والله يعصمك من الناس صاد هذا വെള്ളിയാഴ്ചന്റെ വിഭവമാണ്. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സലാത്തിന്റെ സലാത്ത് എന്നുള്ള വാക്കന്നെ സിലത്ത് എന്ന വാക്കെന്ന് വന്നാണ്. സിലത്തു റഹിം എന്ന് കേട്ടിട്ടില്ലേ? കുടുംബം ചേർക്കാന്ന്. മുത്തുനബിയായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ദുനിയാവിലെ സൗഭാഗ്യ സുഹൃതമാണ് അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് സലാത്ത് അധികരിപ്പിച്ച് രക്ഷപ്പെടാൻ. ഞാൻ ഇപ്പൊ ഇന്ന് പ്രസംഗത്തിന്റെ ആരംഭത്തിൽ ചൊല്ലിയ സലാത്ത് ഉസ്താദ് എനിക്ക് ചൊല്ലാൻ ഇജാസത്ത് എന്നാണ്. അവരുടെ നിന്ന് വാങ്ങിയ ദിക്ർ കൊണ്ടാണ് ഞാൻ ഏത് പ്രസംഗം ആ വാങ്ങിയതിനു ശേഷം ഈ പ്രസംഗിക്കുന്നവരെ 10,000-കണക്കിന് പ്രസംഗം നടത്തിയിട്ടുണ്ടാവും. അതൊക്കെ അവരുടെ നിന്ന് വാങ്ങിയ ദിക്ർ കൊണ്ടാണ് തുടങ്ങിയത്. ഞങ്ങൾക്കൊക്കെ അവരാണ് ആത്മാവിന് അന്നവും വെള്ളം തരുന്നത്. അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് തൈലീഫിലും തദ്രീസിലും ധാരാളം ആയുസ് അന്തസ്സോടെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഇനി വളരെ ഗൗരവത്തിൽ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടോ. വളരെ പ്രധാനമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ മാത്രം. എന്നും പ്രസംഗിക്കുന്ന കുറെ ആളുകൾ എവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ രാത്രിയിലും പറയുന്ന ആവൂല പിറ്റേന്ന് പറയാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലുമൊക്കെ വന്നാൽ അത് ഇൻഷാ അല്ലാഹ് അറിയാതെ ഒരു ആവർത്തനം എന്ന് കരുതിയാൽ മതി. ഉസ്താദിന് വാല വെക്കലാണ് ഇഷ്ടം. വാല ഇഷ്ടം ഉടനെ പറയും. ഞാൻ ഫൗണ്ടേഷൻ കെട്ടിയതാണ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. വളരെ ഗൗരവത്തിൽ ഇൽമിന്റെ മഹത്വത്തിന് നമ്മുടെ ശരീരം പരിശോധിച്ചാൽ മതി. ഇൽമിലുള്ള ബാബുകൾ മുഴുവൻ അല്ലാഹു തആല ഫിറ്റ് ചെയ്തത് മേലെ കൊണ്ടുപോയിട്ടാണ്. കണ്ടറിവ്, കേട്ടറിവ്, മണത്തറിവ്, രുചിച്ചറിവ്. ഇനി തൊട്ടറിവ് മാത്രമുള്ളത് അത് മുഖത്തുണ്ടല്ലോ. അതുകൊണ്ട് മുഖം മേലെ കൊണ്ടുവച്ചു വേണ്ടങ്ങള്. കാരണം ഇൽമ് താഴെയാക്കാൻ പാടില്ല. മാത്രല്ല ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും മേലെയുള്ള ഇൽമിന്റെ ബാബുകൾക്കുള്ള താക്കോലുകൾ മാത്രമാണ്, അതിന്റെ സഹായികൾ മാത്രമാണ്. കണ്ണുക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ കൈ തടുക്കും. കാരണം കണ്ണ് ഇൽമിന്റെ കേന്ദ്രമാണ്. കൈ തടുക്കും, പട്ടാളം കൈയാണ്. മൂക്കിന് എന്തെങ്കിലും വരികയാണെങ്കിൽ കൈയെടുക്കും. തലയിലേക്ക് വല്ല കാലും വരികയാണെങ്കിൽ എന്തെങ്കിലും കൊള്ളിയോ മുള്ളോ കല്ലോ എല്ലോ വരികയാണെങ്കിൽ കാലുകൊണ്ട് ഓടും, കാല് തടുക്കും. കാരണം ഇതൊക്കെ ഇൽമിന്റെ ബാബുകളാണ്. ഇൽമിന്റെ ബാബുകൾക്ക് പട്ടാളം മറ്റുള്ള അവയവങ്ങളാണ്. അത് മേലെയാണ് അല്ലാഹു കൊണ്ടുവച്ചത്. മേലെ അതിന്റെ മേലെ ഇൽമു പഠിച്ചാൽ ചിന്തിക്കേണ്ടത് അല്ലാഹുക്ക് ആഖിൽ എന്നൊരു ഇസ്മില്ല, എന്നാൽ അലീം എന്ന ഇസ്മുണ്ട്. കാരണം എന്താണ്? അക്കലിനേക്കാൾ അഫ്ളലാണ്. അക്കൽ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇൽമ് ചെന്നാൽ ഏത് അക്കലും തുറന്നു കിട്ടും. അപ്പോഴേ മാരിഫത്ത് മനസ്സിലാവൂ. മാരിഫത്ത് ഇല്ലാതെ നിസ്കരിച്ചിട്ടും കാര്യമില്ല. അൽ കൗസർ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാ ഫസല്ലി എന്ന് പറഞ്ഞു. നിസ്കരിക്കുന്നതിന് മുമ്പ് നൽകിയ അള്ളാഹനെ മനസ്സിലാക്കണം. നാളെ സുജൂദിന് ടേസ്റ്റ് ഉണ്ടാവും. അതിനാദ്യം മുത്തുനബിയുമായാണ് ബന്ധപ്പെടേണ്ടത്. അതുകൊണ്ടാണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞത്. ഖുൽ എന്നത് റിസാലത്താ, വല്ലാഹു അഹദ് എന്നത് തൗഹീദാ. അല്ലാഹനെ തിരിയണമെങ്കിൽ ബന്ധപ്പെടേണ്ടത് ഹൃദയത്തിന്റെ ഹാരിയായ, ജീവിതത്തിന്റെ വിജയമായ, വിശ്വാസത്തിന്റെ വിമോചകരായ, കൽബിന്റെ ബലയായ, കാരുണ്യത്തിന്റെ കടലായ, വിശ്വമാന വിധാതയുടെ വിമോചന ഗീതമായ, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പ്രകാശ പ്രളയമായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമെ പഠിക്കല, മനസ്സിലാക്കല, അനുഭവിക്കല, പ്രണയിക്കല, പ്രകീർത്തിക്കല. വിശ്വാസിയുടെ ശ്രേഷ്ഠ പ്രമാണത്തിന്റെ പ്രാണന് അത് മദീനയിലാണ്. ഫസമൻ ഖദ് കുന്ത ബിഗിയതഹു വസമാ ഫീ അർഫഇ ദറജി സല്ലി റബ്ബൽ ആലമീൻ അലാ സയ്യിദിൽ കൗനൈനി വസുറൂജി
വജ്ഹുകൽ വല്ലാഹു ഹുജ്ജത്തുനാ യൗമ യത്തിന്നാസു ബിൽ ഹുജജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസുറൂജി. വിജയിച്ചു മന്നൊരുത്തൻ കഥകുന്ത നിങ്ങളായിരിക്കുന്നു ബഗയത. അവന്റെ തേട്ടം, അവന്റെ അലച്ച, അവന്റെ കാമം, അവന്റെ കൊതി, അവന്റെ നാടിമിടിപ്പ് നിങ്ങളായാൽ അവൻ വിജയിച്ചു. മഹ്ദൂനങ്ങൾക്ക് പറഞ്ഞിട്ട് പൂതിയിരുന്നില്ല. വിജയിച്ചു എന്ന് മാത്രമല്ല, അവൻ ഉയർന്നു. ആധ്യാത്മിക സോപാനത്തിലെ സമുന്നതമായ സ്ഥലത്ത് രാജനായി ഒളിവീശും. അങ്ങ് ഹൃദയത്തിന്റെ തേട്ടമായാൽ യാ റസൂലല്ലാഹ്. മഖ്ദൂമി പാരമ്പര്യത്തിൽ നിന്ന് മലയാളക്കരക്ക് മഹബത്തിന്റെ മേഖലയിൽ ഇതിനേക്കാൾ പ്രോജ്വലമായ ഒരു വാക്ക് കിട്ടി എന്ന് ഈ മുതഅല്ലിം മനസ്സിലാക്കുന്നില്ല. കാരണം ബേസ് മുഹമ്മദ് മുസ്തഫയാ, പ്രമാണം അല്ലാഹുവിന്റെ ഹബീബാ. വലിയൊരു സംഭവം ഉണ്ടായി. മുസ്തഫ നബിന്റെ കാലത്ത് ഒരാൾ ഒട്ടകം വാങ്ങിയിട്ട് അതിന്റെ കാശ് ഹബീബാ നബി കൊടുത്തു. പക്ഷെ അയാൾ യഹൂദിയായി. എല്ലാരും കൂടിയിരിക്കുന്ന സദസ്സക്ക് അയാൾ വന്നിട്ട് മുത്തനബിനോട് ചാടിക്കയറി കുതിര കയറി, എന്റെ കാശുണ്ട് മുഹമ്മദ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരി തൂക്കിയിട്ട് പറഞ്ഞു, എനിക്ക് തന്നിട്ടുണ്ടല്ലേ, ഞാൻ എന്റെ കാശ് തന്നില്ലേ? ഇല്ല, എന്റെ കാശ് തന്നിട്ടില്ല, ഞാൻ തന്നിട്ടുണ്ടെന്ന് റസൂൽ. ആള് പിന്നെ ഇല്ല. അപ്പൊ അയാൾ വെച്ച് തന്നുകളിൽ സാക്ഷി ഉണ്ടോന്ന് വെച്ചു. ഹബീബാ നബി മൗനിയായി, കാരണം സാക്ഷിയില്ല. അബൂബക്കർ സിദ്ദീഖ് എന്നവർ ഉമർ ഫാറൂഖ് ഒക്കെ അടുത്തുണ്ട്. തന്നെന്ന് പറയാൻ അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ സാക്ഷിനെ ചോദിച്ചാൽ മുത്തനബി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അത് പേടിച്ചിട്ട് മിണ്ടില്ല. മഖ്സൂം എന്ന് പറയുന്ന ഒരു സഹാബി പിന്നാമ്പുറത്ത് എണീറ്റിട്ട് പറഞ്ഞു, ഞാൻ സാക്ഷിയാണ് യാ റസൂലല്ലാഹ്, നിങ്ങൾ കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷിയാ. അപ്പൊ ഹബീബാ നബി പ്രതീക്ഷിച്ച പോലെ ചോദിച്ചു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോഴാണ് ഇദ്ദേഹം ഒരു ഒന്നൊന്നര ദർശനം അങ്ങോട്ട് പറഞ്ഞത്. എന്താ അറിയോ? എന്താ പറഞ്ഞാരോ? യാ റസൂലല്ലാഹ്, അല്ലാഹ് ഉണ്ട് എന്നതിന് ഞാൻ സാക്ഷിയാണ്, ഞാൻ കണ്ടിട്ടില്ല. ഖബറുണ്ട് എന്നതിന് ഞാൻ സാക്ഷിയാണ്, ഞാൻ കണ്ടിട്ടില്ല. മുങ്കർ നക്കീറുണ്ട് എന്നതിന് ഞാൻ സാക്ഷിയാണ്, ഞാൻ കണ്ടിട്ടില്ല. സ്വർഗ്ഗമുണ്ട് എന്നതിന് ഞാൻ സാക്ഷിയാണ്, ഞാൻ കണ്ടിട്ടില്ല. നരകീയ ജ്വാല കത്തിക്കാളുന്നുണ്ടെന്നതിന് ഞാൻ സാക്ഷിയാണ്, ഞാൻ കണ്ടിട്ടില്ല. ഹിസാബുണ്ടെന്നതിന് ഞാൻ സാക്ഷിയാണ്, ഞാൻ കണ്ടിട്ടില്ല. മഹ്ശറുണ്ടെന്നതിന് ഞാൻ സാക്ഷിയാണ്, ഞാൻ കണ്ടിട്ടില്ല. സിറാത്ത് വാലമുണ്ടെന്നതിന് ഞാൻ സാക്ഷിയാണ്, ഞാൻ കണ്ടിട്ടില്ല. ഇതിനൊക്കെ ഞാൻ സാക്ഷി നിൽക്കുന്നത് അങ്ങ് പറഞ്ഞത് കൊണ്ടാണെങ്കിൽ ഒട്ടകത്തിന് കാശ് കൊടുത്തു എന്നങ്ങ് പറഞ്ഞാൽ എനിക്ക് സാക്ഷി നിന്നൂടെ യാ റസൂലല്ലാഹ്. പ്രൈസ് കിട്ടിട്ടോ. അപ്പൊ മുത്തനബി വിളിച്ചിട്ട് പറഞ്ഞേ, രണ്ട് പുരുഷൻ സാക്ഷിക്കേണ്ട സ്ഥലത്ത് ഇദ്ദേഹമാണെങ്കിൽ ഒരാൾ നിന്നാ മതി എന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മുടെ വിശ്വാസത്തിന്റെ ബേസ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. മാതാപിതാക്കളെ, ഈ ഒരു അഭിമാനം, ഈ ഒരു ബദറുദ്ദീൻ ഉസ്താദിന്റെ ഒക്കെ ഒരു പവർ നോക്കുകയാണ് നിങ്ങൾ. 10ാം വാർഷികം, ഇൽമിന്റെ പ്രകാശനം, മുതഅല്ലിമീങ്ങള്, ഉസ്താദ് ശിഷ്യന്റെ ശിഷ്യന്. അദ്ദേഹം എല്ലാ നാട്ടിലും ഖുതുബ എത്തുന്ന സ്ഥലത്ത് ആളുകൾ മുഴുവൻ ഇവിടെ നിറഞ്ഞിരിക്കുക. വെള്ളിയാഴ്ച രാവ്, റബീഉൽ മാസം. അവരുടെ പിതാവ് എത്ര ആനന്ദ തുന്നിലനായിട്ടപ്പോ കബറ് കിടക്കണം നിങ്ങൾക്ക് അറിയോ? ഞാൻ മിഞ്ഞാന്ന് മംഗലാപുരത്ത് ഒരു ആള് കഴിഞ്ഞുവരുമ്പോ എന്റെ കണ്ണ് നിറഞ്ഞു. രാത്രി 1 മണിക്ക്. ഇത് മാതാപിതാക്കള്, ഞാൻ ഏതോ ഒരു പ്രസംഗത്ത് പറഞ്ഞിട്ടുണ്ട്, കേട്ടവർ ക്ഷമിക്കണം. ഇത് മാതൃകയ്ക്ക് വേണ്ടി പറയും. എന്നെ റെയിൽവേ സ്റ്റേഷനിലാക്കാൻ വേണ്ടി വന്ന ഒരുപാട് ഉലമാ ഉണ്ടായി. ആ കൂട്ടത്തിൽ ഒരു കാസ്മി ഉണ്ട്, മംഗലാപുരത്തുകാരൊരു കാസ്മിയാണ്. അദ്ദേഹം എന്റെ പ്രസംഗം കേൾക്കുന്ന ആളുമാണ്. ഒരു പക്ഷെ ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് കൂടെയുള്ള ഒരു ബാക്കവി എന്നോട് പറയാണ്, ജലീൽ റഹ്മാൻ ഇത് നിങ്ങൾ പഠിക്കേണ്ട ഒരാളാണെന്ന്. എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വാപ്പാക്ക് 18 കുട്ടികളാണ്. ഈ കാസ്മിന്റെ വാപ്പാക്ക് 18 കുട്ടികളാണ്. 10 ആൺകുട്ടികളും 8 പെൺകുട്ടികളും. ഈ 10 ആൺകുട്ടികളും മുദരിസുമാര്, 5 ബാക്കവിമാര്, 2-3 ഫൈസിമാര്, അങ്ങനെ 1-2 കാസിമുമാര്. 8 പെൺകുട്ടികളെ കെട്ടിച്ചതും ദർസ എടുത്തണ മുദരിസുമാർക്ക്. ഇനി ഇയാളാണ് മരിച്ച കബറങ്ങ ശഫാഅത്തിനുള്ളത് 18 പണ്ഡിതന്മാർ. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, മംഗലാപുരത്തെ യൂസുഫ് നിങ്ങളാണല്ലേ എന്ന് വെച്ചു.
ഇതല്ലേ പണക്കാരൻ. മറ്റ് പണം എന്താ? മറ്റ് പണം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. ഇന്ന് രാവിലെ ഈ ഉബൈദുല്ലാസിനൊക്കെ കേട്ട് വണ്ടിന്ന് ഞാൻ ചോദിക്കണത്, ഇന്ന് രാവിലെ എന്റെ അടുത്ത് വന്നിട്ട് കേരളം കണ്ട വലിയ മലയാളിമാരുടെ കൂട്ടത്തിൽ ഒരാൾ കരഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് എന്റെ വണ്ടിയിൽ വെച്ചിട്ട് ഫോൺ ചെയ്യുന്നത് ഈ ഉബൈദുല്ലാസ് കേട്ടാണ്. സമ്മതമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞെന്താ അറിയോ? കോടീശ്വരനായിരുന്നു. ഈ കഴിഞ്ഞ 2-3 ദിവസം അദ്ദേഹം കഴിഞ്ഞത് ഇല പറിച്ച് തിന്നിട്ടാണ്. ഒരു നയാ പൈസ ഇല്ലാത്ത 10 ദിവസം കൊണ്ടാണ് കോടീശ്വരൻ അഫ്ഖറുൽ ഫുഖറ ആയത്. കാരണം ലില്ലും സായില്ല. എന്നിട്ട് ആളിനോട് പറഞ്ഞു, നിങ്ങൾ പ്രസംഗത്തിൽ കുറെ കാര്യങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ പ്രസംഗം കേട്ടിട്ടാ ഞാൻ കാണാൻ വന്നത്, പക്ഷെ ഇത് പറയരുത് എന്ന് പറഞ്ഞു. ആ പേടിയിൽ ഞാൻ വണ്ടിയിൽ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളെ നാടും പറയില്ല, പേരും പറയില്ല, വിഷയം പറയട്ടെ എന്ന് വെച്ചപ്പോ അതിന് സമ്മതം തന്നിട്ടാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. 100 സ്റ്റാഫ്സ് അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ, 10-30 വേറെ കടകളിൽ, കേരളത്തിൽ ബംഗ്ലാവ് ഉണ്ടാക്കിയാണ്. ഇന്ന് അദ്ദേഹം 2400 രൂപ വാടകയ്ക്ക് കൊടുക്കാൻ കഴിയാതെ മഴ പെയ്താൽ പൊളിഞ്ഞു പോകുന്ന ഒരു ഷെഡിലാണ് പറഞ്ഞത്. ഈ വ്യത്യാസം വന്നത് ഒരുപാട് ദിവസം എടുത്തിട്ടല്ല, 10 ദിവസത്തിനുള്ളിൽ. ഇതല്ലേ പൈസ. പക്ഷെ ഇൽമുണ്ടല്ലോ, അത് ലില്ലും സായിലല്ല, അത് ഉയർന്നുകൊണ്ടേയിരിക്കും. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. എവിടെ എത്തുന്നു പറയുന്നത്? നീട്ടിയാലിട്ടതാ പരവതാനി, അറ്റം കാണാൻ കഴിയില്ല. ആലിമിന് കിട്ടുന്ന ദറജ അളക്കാൻ കഴിയില്ല. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. പത്തരമാറ്റുള്ള 10ാം വാർഷികത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കേണ്ട പരമപ്രധാനപ്പെട്ട വിഷയം, ഒരു മോനെങ്കിലും മുതഅല്ലിമാക്കണേ. വാപ്പ മരിച്ച, ഉമ്മ ഖബറിലായാൽ അൻവർ ഉസ്താദിന്റെ നെഞ്ചു പൊട്ടിയിട്ടുള്ള ദുആ കേട്ടില്ലേ? എന്റെ പ്രിയങ്കരനായ മുർഷിദായ ഉസ്താദിന്റെ കരീം ഉസ്താദിന് വേണ്ടിയുള്ളവരുടെ വാപ്പയ്ക്ക് വേണ്ടിയുള്ള ദുആ കേട്ടില്ലേ? ആ മഹാനായ മനുഷ്യന്റെ ഖബറിലെ സന്തോഷം ഇപ്പോൾ എത്രയാണ്. നമ്മൾ മരിച്ചാൽ ഇങ്ങനെ ദുആ ചെയ്യാൻ പറ്റുന്ന ഒരു മകന് വേണ്ടേ ഉമ്മ? ഒരു മകന് വേണ്ടേ വാപ്പ? ആനകളെ പോലെ ചവിട്ടി മതിച്ച്, പുലികളെ പോലെ കടിച്ചു കീറി, പാമ്പുകളെ പോലെ വിഷമോതി, തേളുകളെ പോലെ കുത്തിനോവിച്ച്, പെരിച്ചാഴികളെ പോലെ ഉറക്കൊഴിച്ച് നടക്കുന്ന മക്കളുണ്ടായിട്ട് ഖബറിലെന്താ? നിങ്ങളെ മക്കൾ ഇംഗ്ലീഷ് പഠിക്കട്ടെ, ഫിസിക്സ് പഠിക്കട്ടെ, കെമിസ്ട്രി പഠിക്കട്ടെ, മാത്സ് പഠിക്കട്ടെ, വ്യത്യസ്തം ആകാതിരിക്കട്ടെ. വ്യത്യസ്ത ആവാതിരിക്കണമെങ്കിൽ, ലിബറലിസ്റ്റ് ആവാതിരിക്കണമെങ്കിൽ, സയനിസ്റ്റ് ആവാതിരിക്കണമെങ്കിലോ അള്ളാനെ പഠിക്കണ്ടേ, റസൂലിനെ പഠിക്കണ്ടേ, ഫിഖ് മനസ്സിലാക്കണ്ടേ, ഖബർ ജീവിതം ബോധം വേണ്ടേ, സിറാത്ത് വിട്ടുകിടക്കണമെന്ന ഭീതി വേണ്ടേ, പാലാറ് വീനാറ് തേനാറ് കളകളാരവം മുഴത്തി ഒഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ സ്വർഗം സ്വന്തമാക്കണമെന്ന ജീവിതത്തിന്റെ പക്വത പാകത വേണ്ടേ? അതിന് ഈമാന് വേണ്ടേ? ഈമാനിന്റെ ഫൗണ്ടേഷൻ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ വമിൻ നജമി മൗലായ സല്ലി വസല്ലം. വെള്ളിയാഴ്ച രാവാണ് മുത്ത് റസൂലുള്ളാഹിന്റെ പവിത്ര ഹളറത്തിൽ നേരെ ചൊവ്വേ തടസ്സമില്ലാതെ റേഞ്ച് പാവാതെ കൃത്യമായി വൃത്തിയായി ശക്തമായി ലൈവായി സ്വലാത്ത് കിട്ടുന്ന രാവുകളിൽ ഒന്നാ. എത്രയാണ് ചൊല്ലിയതെന്ന് അല്ലാഹുവിന്റെ ഹബീബിനറിയാം. ആരാണ് ചൊല്ലിയതെന്നറിയാം. ചൊല്ലിയവന്റെ പേരറിയാം, വാപ്പന്റെ പേരറിയാം, കുടുംബത്തിന്റെ പേരറിയാം. എവിടെ ഇരുന്നാ ചൊല്ലിയതെന്നറിയാം. അതുകൊണ്ട് ഉറക്കെ ചൊല്ലിക്കോ, നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വലവാതി അലാ നബി വസലമി വഹ ഖൈറുൽ അനാമി ബദ്റു തമാമി അസ്സലാം അലൈക സൈനൽ അംബിയാ السلام عليك تقلت طيالي صلواتي على النبي وسلامي هو خير الأنام بدر التمام.
വളർന്നു വരുന്ന സമയത്ത് കേൾപ്പിക്കുന്ന പാട്ട് ഇതാണ്. മദ്രസ വിട്ടുവന്ന ടേപ്പ് റെക്കോർഡാണ്ട് ഓണാക്കും. എന്നിട്ട് ഈ ശൈലിയിൽ ഒരു കവിത ഉണ്ടായിരുന്നു, അതാ കേൾപ്പിക്കുക. അങ്ങനെ പാട്ടിലേക്ക് ഇൻട്രസ്റ്റ് വന്നത്, ആവേശമാണ്. ഞാൻ പിന്നെ ഇടയ്ക്കത് പ്രസംഗത്തിൽ പാടാൻ കാരണം, ഞാൻ കഴിഞ്ഞ റബീഉൽ അവ്വൽ 12-ന് സലാലയിലായിരുന്നു സമ്മേളനത്തിൽ. അപ്പോ ഒരുപാട് അറബികൾ ഉണ്ടായിരുന്നു. അവർക്ക് 10-15 മിനിറ്റ് അറബിയിലൊക്കെ പ്രസംഗിച്ച് മലയാളത്തിൽ കയറി ആയിരക്കണക്കിന് മലയാളികൾ. ഇടയ്ക്ക് ഒരു തലകെട്ടെത്തിയ ഒരു അറബി ഒരു ഊന്നുപിടിയൊക്കെ ആയിട്ട് വന്ന് കാർപ്പറ്റിലിരുന്നു. 2 മണിക്കൂർ ഇമ വെട്ടാതെ എന്റെ മുഖത്ത് കുത്തിയിരുന്നു. തിരിയാത്ത ഭാഷ കേട്ട് ക്ഷമിച്ചിരിക്കണമെങ്കിൽ കുറച്ചൊന്നും പക്വത പോരാ. ഇടയ്ക്ക് ഞാൻ ഈ കവിത എഴുതി. അപ്പൊ അയാൾ ഇങ്ങനെ കർച്ചി കൊടുത്തിട്ട് കണ്ണൊക്കെ തുറക്കണ. 2.25 മണിക്കൂർ 2.5 മണിക്കൂർ ആ മനുഷ്യൻ കാർപ്പറ്റിൽ ഒറ്റ ഇരുത്തം ഇമ വെട്ടാതെ. നമ്മളാരും മൊബൈൽ എടുത്തിട്ട് ചൊറിഞ്ഞിട്ടൊന്നുമില്ല. അന്ന് അറബികൾക്ക് പറ്റൂല, അവരതിന്റെ ആളുകളും അല്ല. ഒക്കെ നമ്മളാണ്. മൊബൈൽ ഇറക്കിയ ആളുകൾ ഭാര്യനോട് പറഞ്ഞത് തുടരുത്, അമ്മനോട് പറഞ്ഞ് ഉപയോഗിക്കാൻ പാടില്ല, മക്കളോട് പറഞ്ഞ് ഉപയോഗിച്ചാൽ സോക്കടാവുന്ന. പിന്നെ ഈ വേസ്റ്റ് ഒക്കെ തട്ടില്ലേ അമ്മക്കാണ്. എന്നപ്പോ ഇതില്ലാതെ ജീവിക്കാൻ പറ്റുമോ? പറ്റൂല. പക്ഷെ ഇനി 2 കുത്തുബിന്റെ അടിയിൽ തോണ്ടരുത് എന്ന് മാത്രം. അത് മാത്രമേ ചിലയിടത്ത് വാക്യമുള്ളൂ. നല്ല ഒഴിഞ്ഞ സമയമല്ലോ, തോണ്ടാൻ പറ്റിയ സമയം. പഴയ കാലത്തൊക്കെ ഈ മൗലിദിന്റെ ഇടൊക്കെ എന്തൊരു ബഹുമാനത്തിൽ വെച്ചിരുന്നില്ലേ? തലേണന്റെ മുകളില് നല്ല ടെറക്കി അതിന്റെ അത്രക്ക് പുറ്റിട്ട് അതിന്റെ മേലെ വെച്ചിരുന്നു. പിന്നെ തലയണ പോയി. പിന്നെ കുട്ടികൾ തോളിടുന്ന ടർക്കിയിൽ വെക്കാൻ തുടങ്ങി. ഇപ്പൊ ടർക്കിയും പോയി. ഞാൻ ഇവിടെ അടുത്തൊരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയപ്പോ അവിടെ ഒരുത്തുണ്ട് മൗലിദ് ഓതാൻ വേണ്ടി. ഈ മൗലിദിന്റെ ഏടിട്ടിട്ട് കാർപ്പറ്റിൽ 2 കൊട്ടല്, എന്നിട്ട് ആളുകൾ ചവിട്ടി പോണ അവിടെ തന്നെ വെക്കുക. ഇപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല, കയ്യിൽ മൊബൈലാണ്. ഒന്ന് നെക്കിയാൽ കള്ളുശാല, വേറെ നെക്കിയാൽ വ്യഭിചാരശാല, മൂന്നാമത്തെ എക്കിയാൽ മങ്കൂസ് മൗലിദ്. അങ്ങനെ ഒക്കെ ഇതിന്റെ ഉള്ളിലാണ്. നീ എവിടക്കൊക്കെ ഇതൊന്നും ഹറാമാണെന്ന് ഞാൻ പറയില്ല കേട്ടോ. അങ്ങനെ ഉപയോഗിക്കലോ ഓതലോ ഹറാമാണ്, തെറ്റാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് വല്ലാത്ത ബേജാറ് തന്നെ ചില രംഗങ്ങളുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കും. ബഹുമാനം പോരുത്. നമ്മളൊക്കെ വീട്ടിൽ ഖുർആൻ ഉണ്ടാവും. ആ 1-ാമത്തെ പേജ് നോക്കിയാൽ അതിലുണ്ടാവും കൂറന്റെ ചിറകുണ്ടാവും. സൂറത്തു ആലിമ്രാനിൽ ഉണ്ടാവും പല്ലിന്റെ വാല്. സൂറത്തു നാസിലുണ്ടാവും എലിക്കാഷ്ടം. ഇതങ്ങനെ കിടക്കണം. ഏടുകളിലൊക്കെ ഉണ്ടാവും ചിലന്തി വല കെട്ടിക്കണം. അതിന്റെ ഉള്ളിൽ നിന്ന് പറിച്ചെടുക്കണം ആവശ്യം വരുമ്പോ. ആ പൊരയിൽ കിടന്ന തലക്ക് മാറാത്ത സോക്കടുണ്ടാവും. ഖുർആൻ ശപിക്കണത്. എന്നെ ഇവിടെ കൊടുന്നിച്ചിട്ട് എന്റെ ഉള്ളിലൊക്കെ നജസ്സുകളാണല്ലോ അള്ളാന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇനി ആശുപത്രി കിടന്നിട്ടും കാര്യമില്ല, മരുന്നൊടിച്ചിട്ടും കാര്യമില്ല. ഖുർആന്റെ ശാപം പോയി കിട്ടൂല. ഞാൻ ഇടക്കൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അള്ളാഹു ഓരോന്നിനും അതിന്റെ ഒരു ബഹുമാനുണ്ട്. അത് പരീക്ഷിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഓരോന്നിനും. ഇപ്പൊ റസൂലുള്ളാഹിന്റെ അടുത്ത് ഏതെങ്കിലും സഹാബികൾ ഇൽമുമായി ബന്ധപ്പെട്ട് വന്നാൽ ഏറ്റവും ആവേശം. ഒരിക്കൽ ക്ഷീണിച്ച് കിടക്കുകയാണ്. അപ്പൊ സ്വഫ്വാൻ തങ്ങൾ വന്നു. സുഫ്വാബിനോ ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹുമ വന്നിട്ട് പറഞ്ഞു, മുത്തനബിയെ ഞാനൊരു ഇൽമു പഠിക്കാൻ വന്നാണ് പറഞ്ഞു. ക്ഷീണിച്ച് കിടക്കുന്ന മുത്തനബി സടകുടഞ്ഞ് എഴുന്നേറ്റിട്ട് മുത്താലിമീങ്ങൾക്ക് വേണ്ടി പറയാം. ഒറ്റ വർത്താനാണ്. മർഹബം ബിത്വാലിബിൽ ഇൽമി. അല്ലാഹുവിന്റെ റസൂൽ തർഹീബ് ചെയ്തൊരു വിഭാഗമാണ് മുതഅല്ലിമീങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ മംഗളം നേർന്നൊരു വിഭാഗമാണ് മുതഅല്ലിമീങ്ങൾ. അഭിനന്ദിച്ചൊരു വിഭാഗമാണ് മുതഅല്ലിമീങ്ങൾ. മാമിൻ മുതഅല്ലിമിൻ യഖ്തലിഫു ഇലാ ബാബിൽ ആലിമി ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി ഖദമിൻ ഇബാദത സനാ വയംശി അലൽ അർളി വൽ അർദു തസ്തഗ്ഫിറു ലാ നബിയുനാ റസൂലുള്ളാഹി. ഉമ്മമാരെ, നിങ്ങൾക്കൊരു മുതഅല്ലിം ഉണ്ടെങ്കിൽ ആ മുതഅല്ലിം തന്റെ റൂമിൽ നിന്ന് സബക്കിന് വേണ്ടി കാല് വെക്കുമ്പോ ഓരോ ചവിട്ടടിക്കും പടച്ചവൻ ഓരോ കൊല്ലത്തെ ഇബാദത്തിന്റെ പ്രതിഫലമാണ് രേഖപ്പെടുത്തുക എന്ന് തെറ്റാത്ത വാക്കിന്റെ മുത്തേ, അല്ലാഹുവിന്റെ മുത്തേ, പ്രപഞ്ചത്തിന്റെ പ്രഭയേ, ഹൃദയത്തിന്റെ ഔഷധമേ. ആരെ പറയുമ്പോഴാണ് ഹൃദയം ആവേശപുളകിതമാകുന്നത്? ആരുടെ ഓർമ്മയിലാണ് കിനാവ് രോമാഞ്ചമാകുന്നത്? ആർക്ക് വേണ്ടി ഉറക്കൊഴിക്കുമ്പോഴാ, വിയർത്തൊലിക്കുമ്പോഴാ ശക്തി കൂടുന്നത്? ആർക്ക് വേണ്ടിയാണ് മസ്തിഷ്കത്തിന് ശേഷി ഉണ്ടാകുന്നത്? ആരുടെ ഓർമ്മയിലാണ് ഭാഷ പോലും അറിയാതെ ഒഴുകുന്നത്? ആർക്ക് വേണ്ടിയുള്ള സേവനത്തിലാണ് പരലോകത്തിന്റെ പ്രതീക്ഷയുള്ളത്? ഹൃദയാവർജകമായ വജ്രായുധമേ,
നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ മർഹബൻ ബിത്വാലിബിൽ ഇൽമി, ഇൽമിനെ തേടുന്നവനാണ് സ്വാഗതം എന്ന് പറഞ്ഞു സഫ്വാൻ റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി മുഹമ്മദ് മുസ്തഫ. മർഹബൻ ബിക എന്ന് പറഞ്ഞ പോരെ, ത്വാലിബുൽ ഇൽമി എന്ന് പറഞ്ഞാൽ നഹ്വ് അനുസരിച്ചുകൊണ്ട് ഗായിബിനെ സൂചിപ്പിക്കുന്നതാണ്. കാരണം അതൊരു ഇസ്മു ഫായിലാണ്. മർഹബൻ ബിക എന്ന് പറഞ്ഞാൽ ഹാളിറ, അത് പറഞ്ഞാൽ മതിയല്ലോ. എന്നാ എനിക്ക് സ്വാഗതം എന്ന് പറഞ്ഞ വിഷയം കഴിഞ്ഞില്ലേ. പക്ഷേ ഖിയാമത്ത് നാൾ വരെ ഇൽമ പഠിക്കുന്ന മുഴുവൻ മുതഅല്ലിമീങ്ങളെയും മസ്ജിദുൻ നബവിയിൽ വെച്ചുകൊണ്ട് 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ റോസാപ്പൂ പോലെയുള്ള പരിശുദ്ധമായ അധരങ്ങളിൽ നിന്ന് സ്വാഗതത്തിന്റെ വിശുദ്ധമായ സ്വർഗീയ വാക്യങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് സന്തോഷിപ്പിച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ ലോക ചരിത്രത്തിൽ മുത്തുനബി ആരെയും സ്വാഗതം ചെയ്തിട്ടില്ല. സമാദരണീയനായ ഉസ്താദ് എത്ര ക്ഷീണിച്ച് കിടക്കുകയാണെങ്കിലും ഞാനും ഇപ്പൊ അവിടെയുള്ള എന്റെ സുഹൃത്ത് ഹസൈനാർ ബാക്ക ഉസ്താദ് ഇടക്കിടക്ക് പറയും, ഞങ്ങളെ ഇൽമിന്റെ ചർച്ച തുടങ്ങിയാൽ ഉസ്താദ് എണീറ്റ് ആവേശായി ഉസ്താദിന്റെ ക്ഷീണം പോയി. അപ്പൊ ഹസൈനാർ ബാക്ക എന്നെ തോണ്ടിയിട്ട് പറയും, തീരെ സുഖമില്ല, ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ ഇരിക്കണേന്ന് പറയും. യാ അല്ലാഹ്, ഇൽമ ചവിട്ടുകാരിലുണ്ട്, ചോരികാരിലുണ്ട്, രണ്ടുണ്ട്. ഇൽമ ചവിട്ടുകാരിലുണ്ട്. ഞാൻ തലക്കെട്ട് അടുത്തായിട്ട് കൂടുതൽ എടുത്തക്കലില്ല, അപ്പൊ ഇടക്ക് മറന്നുകൊണ്ട് വെക്കണം. ഇൽമ ചോരികാരിലുണ്ട്, ചവിട്ടുകാരിലുണ്ട്. യാ അല്ലാഹ്, ഇൽമിനൊരു ലദ്ദത്തുണ്ട്. അത് കിട്ടിയ മഹാനാണ്. അല്ലാഹു തആല അവരെ ബർക്കത്തോടെ നമുക്കൊക്കെ നാഫിയ ഇൽമ പ്രദാനം ചെയ്യട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു നാഫിയ ഇൽമ പ്രദാനം ചെയ്യട്ടെ. ഇതിന്റെ മേലെ ഒന്നുമില്ല കേട്ടോ, ഇനി ഒന്നുമില്ല. ഇൽമിന്റെ മേലെ എന്തെങ്കിലും ഉണ്ടെന്ന് കരുതണ്ട. ഞാൻ ഇടയ്ക്ക് 1-2 പ്രസംഗത്തിൽ പറഞ്ഞാണ്, നമ്മൾ ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്റായിൽ എന്നാണ് പറയുന്നത്. ഇന്നുവരെ മീകായിൽ ജിബ്രീൽ എന്ന് പറഞ്ഞോ? ഇല്ല. എന്താ? ജിബ്രീൽ ഇസ്ലാം സീനിയർ ആയതുകൊണ്ടാണോ? അല്ല. ഒരഭിപ്രായത്തിൽ സീനിയർ മീകായിൽ അലി ഇസ്ലാം. ഇന്ന് വരെ ആരെങ്കിലും മീകായിൽ ജിബ്രീൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്റെ മീകായിൽ ഇസ്ലാമിന്റെ പണി ആമാശയമാണ്. വെള്ളം, അതിന് സസ്യം ഉണ്ടാവും, പള്ളേക്കാട്ടാം. അത് ചെറിയ പരിപാടിയില്ല. അള്ളാഹ് ഏൽപ്പിച്ചു എന്നതുകൊണ്ട് അത് മഹത്തുള്ളതാണ്. ഒരു മഹാനായ മലക്കുമാണ് അലൈഹിസ്സലാം. അവരെ ബർക്കത്തുണ്ട്. അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. ഇസ്രാഫീൽ അലൈഹി സ്വലാമിന്റെ മണി സൂറന്ന കാളം ചവിട്ടിൽ ഇങ്ങനെ കൂർപ്പിച്ച് ചകിട് കൂർപ്പിച്ചിട്ട് നെറ്റിമൊക്കെ അടുപ്പിച്ച് നിർത്തിയിരിക്കുകയാണെന്നാണ് മുത്തനബി ഒരിക്കൽ പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് പോകുന്നില്ല. അസ്റായിൽ ഇസ്ലാമിന്റെ പണിയോ റൂഹിനെ പിടിക്കല. ജിബി ഇസ്ലാമിന്റെ പണിയോ ഇൽമ എത്തിച്ചു കൊടുക്കല. ഞാൻ അതിന്റെ മേലെ ഒരു റൂഹിനെ പിടിക്കുന്ന ആളും പോകില്ല. എത്ര റൂഹിനെ പിടിക്കണോ? 1-2. ഞാനൊക്കെ 2-3-4 പ്രസംഗത്തിന് പോയാലും ഞാൻ പറയും 5ാമത്തെ പ്രസംഗത്തിലാണ് പങ്കെടുക്കണെന്ന്. അങ്ങനെയാണ് അസ്റായിൽ ഇസ്ലാം പറയുന്നുണ്ട്, ഇന്ന് 30 കോടി മനുഷ്യന്മാർ റൂഹിനെ ഞാൻ പിടിച്ചു എന്ന് പറയും. നമ്മളെ സ്വഭാവം 600 ചില്ലാൻ കിതാബ് എഴുതിയ ഒരാളാണ് പറഞ്ഞത്, ഞാനിവിടെ വന്നത് അതബേട് പേടിച്ചിട്ടാണ്. ഞാൻ അതിന്റെ മേലൊന്നും തവാളു പറയാനില്ല. എന്നൊക്കെ മുത്താലിമീങ്ങളെ നമുക്ക് പാടുണ്ട്, എന്നൊക്കെ വലിയ പാടുണ്ട്. ഉസ്താദ് പിന്നെ പറഞ്ഞൊരു സംഗതി ഇന്ന് മുത്താലിമീങ്ങളോട് ഞാൻ പറയാം. ഈ മേഖലയിൽ പിശാച് എന്തൊക്കെ ചെയ്യും, പോയാൽ എന്താണ് അതിന്റെ അപകടം എന്ന് ഉസ്താദ് വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. സമയം ഉണ്ടെങ്കിൽ ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. വളരെ പെട്ടെന്ന് ഞാൻ നിർത്തും ചെയ്യും. ചിന്തിക്കണേ, ചിന്തിക്കണേ. മധു എന്നെ ഏൽപ്പിച്ചത് കൊണ്ട് ഞാനതൊന്ന് പറയണമല്ലോ. മദ്ഹ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പുലർത്തേണ്ട പരമപ്രധാനപ്പെട്ട വിഷയം അദബ് എന്നുള്ളത്. മദ്ഹ് പോലും അദബിലായിരിക്കും. ഇന്നിപ്പോ കഴിഞ്ഞ റബീഉലൊക്കെ പല സ്ഥലത്തും ഇവിടെ എന്നല്ല അദബില്ലാത്ത കാട്ടിക്കൂട്ടൽ മദ്ഹ് എന്ന് പേരിടുക. ഖുർആൻ മുഴുവനും അദബാണ്. ഖുർആൻ മുഴുവനും യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് ഖുർആനിൽ 88 തവണ ഉണ്ട്. സൂറത്തുൽ ബഖറ 104-ാം തവണ തുടങ്ങിയതാണ്. അത് വരെ യാ അയ്യുഹല്ലദീന ആമനൂ ഇല്ല. യാ അയ്യുഹന്നാസ് ഉണ്ട്, യാ ബനി ഇസ്രായീൽ ഉണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ തുടങ്ങുന്നത് 104-ാം നമ്പർ ആയത്തിലാണ്. അത് റസൂലുള്ളാഹിനോട് പുലർത്തേണ്ട അദബിനെ കുറിച്ചാണ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇനാ. യാ അയ്യുഹല്ലദീന ആമനൂ, അള്ളാന്റെ റസൂൽ കൊണ്ടുവന്നത് തൊണ്ട തൊടാതെ ദൃഢരൂഢമൂലമായി വിശ്വസിക്കുന്ന ആളുകളെ, അല്ലാതെ അള്ളാനെ വിശ്വസിക്കുന്നവരെന്നല്ല അതിന്റെ അർത്ഥം. ഈമാൻ എന്ന് പറഞ്ഞാൽ അത്തസ്ദീഖു ബിമാ ഉലിമ മജീഉൻ നബി മാ ജാഅ ബിഹിൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അള്ളാന്റെ ഹബീബ് കൊണ്ടുവന്നതായി അനിഷേധ്യമായി സ്ഥിരപ്പെട്ടത് തൊണ്ട തൊടാതെ മിണുങ്ങണേന്റെ പേരാണ് ഈമാൻ. യാ അയ്യുഹല്ലദീന ആമനൂ,
യാ എന്നതിന് മണിക്കൂർ പ്രസംഗിക്കണ്ട. അയ്യുഹ അത് റഹ്മത്താണ്. ഇമാം ഗസാലി തങ്ങൾക്ക് അയ്യുഹൽ വലത് എന്നുള്ളൊരു കിതാബിനുണ്ട്. റഹ്മത്തോണ്ട് ഒരു കുട്ടിനെ വിളിച്ചപ്പോൾ ഒരു കിതാബായിട്ട് മാറിയതാണ്. അല്ലദീനാമനു മൗസൂലി സില എന്ന് പറയും നെഹു പഠിച്ച കുട്ടികൾ. ഇനി അള്ളാന്റെ ഭാഗത്ത് നിന്ന് സ്നേഹിച്ചിട്ട് ഒരു വിളിയില്ല. ബാപ്പ മോനെ എന്റെ മോനെ എന്ന് വിളിച്ച മോനിഞ്ഞിപ്പോ എന്താ ബാപ്പനെ ഇരുന്ന് കിട്ടാനുള്ളത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇനാ. ഹബീബ നബിയുടെ ആദ്യകാല പണി റാഇൽ ഗനമായിരുന്നു, ആടിനെ മേക്കുന്ന ആളായിരുന്നു. അത് ജൂതന്മാര് മുതലെടുത്തിട്ട് അടുത്ത് വന്നിട്ട് പറയും റായിന ഞങ്ങൾ ആട് വേച്ചിറങ്ങിയ ആളെന്ന്. സത്യത്തിൽ ഉദ്ദേശം അതല്ല. റായി ഫെയിലും വായില ഞങ്ങളെ നിങ്ങൾ പരിഗണിക്കണേനാ ഞങ്ങളെന്നാണ്. പക്ഷെ ഇവരത് ഫെയിലും വായിലായിട്ടല്ല ഇസ്മു ഫായിലായിട്ടാ ഉപയോഗിക്കുന്നത്. ഞങ്ങളൊക്കെ ആട് വേച്ചിറങ്ങിയ ആളല്ല, എപ്പോഴല്ലേ അങ്ങനെ പൊന്തിയത്? ഇതാണ് അവരെ മനസ്സിൽ നെയ്യത്ത്. പക്ഷേ തുറന്നു പറയില്ല. മനസ്സിന്റെ ഉള്ളിൽ അങ്കുരിക്കുന്ന കരുത്ത് കൃത്യമായി വായിച്ച അല്ലാഹു അത് ബ്ലോക്ക് ചെയ്യാൻ. അഥവാണത് മേലാൽ വിളിക്കരുത്. നിങ്ങൾ മാത്രമല്ല ഒരാളും വിളിക്കരുത്. റായിനാന്ന് എന്റെ ഹബീബിനെ നോക്കി പറയരുത്. നിങ്ങൾക്ക് ഞങ്ങൾ പരിഗണിക്കണമെന്ന് പറയലല്ല ഉദ്ദേശമുള്ളൂ. അതിന് അള്ള വേർഡ് സെലക്ട് ചെയ്ത് കൊടുക്കാണ്. നിങ്ങൾ പറഞ്ഞോ ഉന്ദുർനാന്ന് പറഞ്ഞോ. യാ അല്ലാഹ്, ഇത്ര അള്ളാഹു ബഹുമാനിച്ച ആ ഖദർ ഇത്ര മേൽ വലുതാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല 17 ദിവസം വഹി ഇറക്കാതെ മുത്തുനബിയെ പരീക്ഷിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ മക്കക്കാർ കളിയാക്കുകയാണ്. ഒരു വേള ഖദീജ ഉമ്മ തന്നെ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹ് നിങ്ങളോട് പിണങ്ങിയോ നബിയേ? റസൂലുള്ളാഹിന്റെ കൺകുടിയിൽ നിന്ന് കവിൾത്തടങ്ങളിലൂടെ ബാഷ്പം ഒലിക്കുകയാ. ഫനസലൽ അമീനു മലക്ക് ജിബ്രീൽ വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. മാ വദ്ദഅക എന്ന് പറഞ്ഞ പടച്ചോൻ വമാ ഖലാക എന്ന് പറഞ്ഞില്ല. ഖലാ എന്നുള്ള വാക്ക് റസൂലിലേക്ക് ചേർത്താൻ അല്ലാഹു മടിച്ചു. വേർഡ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാരാണ്? ഇത് അല്ലാഹു മുത്തുനബിയോട് പറഞ്ഞ ഖുദ്സിയ ഹദീസ്. യൂസുഫ് നബഹാനി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഗസാലി ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട്, ഇസ്മായിൽ ഹഖി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുണ്ട്. വലഖദ് ഖലഖ്തു ദുനിയാ വ അഹ്ലഹാ ലിഉഅരിഫഹും മകാനതക വ മൻസിലതക ഇൻദി യാ റസൂലല്ലാഹ്. ഞാൻ ദുനിയാവിനെയും അതിലുള്ള സകല സൃഷ്ടി ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് അവർക്ക് എന്റെ അരികിൽ അങ്ങേക്കുള്ള സ്ഥാനമാനങ്ങൾ അറിയിച്ചു കൊടുക്കാനും പഠിപ്പിക്കാനും വേണ്ടിയാണ് നബിയേ. പിന്നെ അള്ളാനെ പഠിപ്പിക്കൽ മുത്തുനബിയാ. കാരണം മുത്തുനബി ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അതുകൊണ്ട് ഇൽമിന്റെ മഹത്വമാണ് റസൂലുള്ള ഏറ്റവും പവിത്രമായ സമ്മാനമായി അല്ല അനന്തര സ്വത്തായി ലോകത്ത് വിട്ടേച്ചു പോയത്. അത് സ്വർണമല്ല, വെള്ളിയല്ല, കറൻസിയല്ല, ദീനാറല്ല, ദിർഹമല്ല, ഡോളറല്ല, പറമ്പുകളല്ല, വസ്ത്രങ്ങളല്ല, ആഡംബര വാഹനങ്ങളല്ല. അല്ലാഹുവിന്റെ റസൂൽ അനന്തര സ്വത്തായി ഉമ്മത്തിന് ഇട്ടേച്ചു പോയത് അത് ഇൽമാണ്, ഇൽമാണ്. ഫമൻ അഖദഹു, അതുകൊണ്ട് ഇൽമിനെ ആരെങ്കിലും സ്വയത്തമാക്കിയാൽ ഫഖദ് അഖദ ബിഹദ്ദിൻ വാഫിർ, അവൻ പൂർണ്ണമായ സമ്പത്തിനെ ഓഹരിയാണ് സമത്തയാക്കിയത്, സ്വന്തമാക്കിയത് എന്ന് മഹാനരായ മുത്തനബി പറയുകയാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമല്ലോ. ഈ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ വന്നപ്പോൾ ഈ ഗ്രാമം ഞങ്ങളോട് വാള് പറയുകയാ. എന്താ ഞാൻ ആ പറഞ്ഞതിന്റെ പൊരുള്? എനിക്കൊരു പ്രഭാഷകന് വേണം, ഞാനൊന്ന് നന്നാവണം എന്ന് ഏതെങ്കിലും ഉമ്മ കരുതിയാൽ, വാപ്പ കൊതിച്ചാൽ, അനുജൻ ആഗ്രഹിച്ചാൽ, ജ്യേഷ്ഠൻ വിചാരിച്ചാൽ, മൗത്തിനോർത്താൽ മതിയേ. ഇങ്ങോട്ട് വരുന്ന ഈ മുത്തഅല്ലിമിനോട് വണ്ടിയിൽ വെച്ചുകൊണ്ട് അറിവ് കിട്ടിയതാ, ഈ നാട്ടിലൊരു പ്രിയപ്പെട്ട പെങ്ങൾ വഫാത്തായിട്ടുണ്ട് എന്ന്. അതിന് അതാ ഇൽമിയായൊരു സമർത്ഥനം മഹാനായ ഉസ്താദ് നടത്തിയിട്ടുണ്ട്. ആ പെങ്ങൾക്ക് ഒരു നിലയിൽ വലിയ ഭാഗ്യമല്ലേ കിട്ടിയത്? ഉസ്താദ് ദുആ ചെയ്തില്ലേ? അൻവരി ഉസ്താദ് ദുആ ചെയ്തില്ലേ? ഇനി മുതഅല്ലിമും ദുആ ചെയ്യുകയല്ലേ? അല്ലാഹുവേ, അവരുടെ ഖബറിനെ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്, മണ്ണറ മണിയറയാക്കണേ അല്ലാഹ്.
അതുകൊണ്ട് ആ പ്രിയപ്പെട്ട പെങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഈ സദസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബിനിയായ പ്രിയപ്പെട്ട പെങ്ങൾ ഭാഗ്യവതിയാണെന്ന് പറഞ്ഞേക്കണേ. ഒരു വൈജ്ഞാനിക ഉദ്യാനത്തിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥന ഏറ്റെടുക്കാൻ കഴിയുന്ന വിധത്തില് വളരെ മഹത്തായ രാവിലാണ് പടച്ചവന്റെ വിളിക്ക് വിധേയായി അല്ലാഹുവിന്റെ അനന്ത വിഹായസിലേക്ക് പാറി പറന്നതെങ്കിലോ അത് ചെറിയ കാര്യമല്ല. എനിക്ക് മരിക്കണ്ടേ, നിങ്ങൾക്ക് മരിക്കണ്ടേ? മഹാനായ ഉസ്താദ് ഞങ്ങളെ വിളിച്ചുകൂട്ടി എന്ത് പ്രഭാഷണം നടത്തിയാലും അതിൽ പര്യാവസാനം കുറിക്കൽ മൗത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അല്ലാഹുവിന്റെ ഇൽമ പഠിക്കാൻ പരിശുദ്ധമായ പാതയിലേക്ക് പടച്ചവൻ തെരഞ്ഞെടുത്ത ഭാഗ്യശീലുകളായ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഇത് സ്വർഗത്തിലേക്കുള്ള റൂട്ടാണെന്ന് മറക്കണ്ട. ആ മുതഅല്ലിമീങ്ങളെ റബ്ബിന്റെ ദീന് പഠിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച് പറഞ്ഞു വിട്ട എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾക്ക് ഒരുപക്ഷേ നിങ്ങളുടെ കടകളിൽ ബറക്കത്തുണ്ടാകുന്നത് ഈ കുട്ടി മീസാൻ ഓതിയിട്ട് 5 വഖത്ത് ജമാഅത്തായി നിസ്കരിച്ച് പള്ളിയിൽ പ്രാർത്ഥിക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ടാ. നിങ്ങൾ ഗൾഫുകാരാണെങ്കിൽ ആ ഗൾഫിൽ അറബിയുടെ ആട്ടുത്തുപ്പും സഹിക്കാതെ കൊല്ലങ്ങളോളം ആരോഗ്യവാന്മാരായി അറ്റാക്ക് ഇല്ലാതെ, ക്യാൻസർ ഇല്ലാതെ, ബ്ലോക്ക് ഇല്ലാതെ, ക്ഷീണിച്ച് മരിക്കാതെ, പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിക്കാതെ ഇത്രയും കാലം നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് നിങ്ങളുടെ ഒരു മോന്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം എന്ന സാധ്യത മറക്കണ്ട. ഇൽമിനത്ര വലിയ ബറക്കത്താണ്. അതുകൊണ്ട് ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരില്ലേ, മുതഅല്ലിമീങ്ങളെ ബഹുമാനിക്കുന്നവരില്ലേ, അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നവരില്ലേ, അവരെ സ്വന്തം മക്കളെ പോലെ ചേർത്തി പിടിക്കുന്നവരില്ലേ, നല്ല സമയത്ത് പുഞ്ചിരിച്ച് ലിഖറൊക്കെ ചൊല്ലി മാതൃക പണിതുകൊണ്ട് മരിക്കുന്നവരാ. എന്നോട് ഇന്നൊരു വലിയ പണ്ഡിതൻ പറഞ്ഞു, കേരളത്തിൽ അറിയപ്പെട്ട മഹാനായ പണ്ഡിതൻ, അദ്ദേഹം പണ്ഡിതനാകാൻ കാരണം അദ്ദേഹത്തിന്റെ വാപ്പ ഒരു നാടനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വലിയ മഹാനാണ്. അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടോ എന്നറിയാത്തോണ്ടാണ് ഞാൻ പറയാത്തത്. എന്നോട് പറഞ്ഞ ആള് അദ്ദേഹമല്ലോ, അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടോ എന്ന് അറിയില്ലല്ലോ. അപ്പൊ ഈ ആളെ എന്നോട് പറയാണ്, ജലീൽ റഹ്മാനി, നിങ്ങൾക്ക് ഇന്ന ആളെ അറിയില്ലേന്നോ? എന്ന് പറഞ്ഞു. അറിയില്ലേന്നോ? വലിയ പണ്ഡിതനല്ലേ, 4 മതവിന് വേണമെങ്കിൽ 10 കൊടുക്കാൻ കഴിയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വാപ്പ നാടനാണ്. പക്ഷേ തൂത്തുക്കുടിയിലുള്ള ജോലിക്കിടയിൽ, തൂത്തുക്കുടി എന്ന് എന്റെ ഓർമ്മ, ഇടക്ക് നാട്ടിൽ വരുമ്പോ നാട്ടിലെ 60ഓളം മുത്താലിമികളെ കൊണ്ടുപോയിട്ട് ഇറച്ചി പൊളി കൊടുക്കും. ഏത് വരും 2 മാസം കൂടുമ്പോ ഇയാള് വരും. എന്നിട്ട് എല്ലാവർക്കും ഇറച്ചി പൊളി. ഒരിക്കലും ഇറച്ചി പൊളി എല്ലാരും കൂടി തിന്നുമ്പോ അവറത്ത് പോലും മറക്കാത്ത കുട്ടി എന്ന് പറഞ്ഞാൽ 8, 9, 10 മാസമായിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അവറത്ത് മറക്കൂലല്ലോ. ഒരു കുട്ടി വന്നു. അപ്പൊ ഈ വാപ്പ പറഞ്ഞു, ഞാൻ ഇത്രയും കാലം ഇറച്ചും പൊളി നിന്നത് എന്റെ കുട്ടികളെ പോലെ ഒരു ആലിമാണ്. അന്നേ ഇറച്ചും പൊളി നിന്നിട്ട് ആ മുത്താലിമ്യങ്ങൾ എല്ലാരും കൂടി മനസ്സറിഞ്ഞാണ്ട് ഇതായിരുന്നു. ആ കുട്ടി ഇന്ന് കുട്ടിയല്ല, പേര് കേട്ടാൽ പണ്ഡിതന്മാർ ആവേശഭരിതരാകുന്ന തലയെടുപ്പുള്ള വലിയ പണ്ഡിതനാണ്. ബാപ്പ മുത്താലിമ്യങ്ങളെ സ്നേഹിച്ച് ഭക്ഷണം കൊടുത്ത് ദ്വാരിപ്പിച്ചാണ് എനിക്ക്. പള്ളിയിലുള്ള മുത്താലിമീങ്ങളെ മക്കളെ പോലെ ചേർത്തി പിടിച്ചോളി. ദുനിയാവ് രക്ഷപ്പെടും, ഖബർ രക്ഷപ്പെടും, ആഖിറ രക്ഷപ്പെടും. മുത്താലിമീങ്ങൾക്ക് നേരെ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചാൽ ആഖിബത്ത് ചീഞ്ഞു പോവുകയും ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആഖിബത്ത് ചീഞ്ഞു പോകും. നാവെല്ലത്തിനുള്ളതല്ല. ചില ആൾക്കാരാണ് മുത്താലിമീങ്ങളെ പേരെടുത്തത്. ഔക്കറാണെങ്കിൽ ഔദങ്കർക്കൊന്നും കോപ്പേറ്റ് വെള്ളം അങ്ങോട്ട് തൂത്തുന്നൊക്കെ വരും. അതിനാണ് ഈ ഔക്കറായത്. അത് മലക്കല്ലാന്ന് ഉസ്താദ് പറഞ്ഞില്ലേ? മദീന പള്ളിയിൽ അടി അറിഞ്ഞിട്ടുണ്ടല്ലോ. മദീന പള്ളി ഇത് കേട്ടിട്ട് അടിക്കരുത് കേട്ടോ മുത്താലിമീങ്ങളോട്. ഉസ്താദ് എന്നാ കുറച്ച് നേരത്തെ പറയേണ്ടിയിരുന്നല്ലോ. ഓക്കെ, അങ്ങനെ കരുതരുത്. ഇതൊക്കെ കേട്ട നമ്മൾ തീരെ അടിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷെ ഞാന് ഇവിടെ ഉസ്താദ് പറഞ്ഞല്ലോ, ഇവിടെ ഈ ചെയ്യുന്നത് ഇവിടുത്തെ അരിമ്പറനെ കുറിച്ച് അരിച്ചു പെറുക്കിയാലൊന്നും ഉണ്ടാവില്ല. അവിടെ ഉസ്താദിനെ പറഞ്ഞല്ലോ. പിന്നെ ഈ പോളിയൊക്കെ കുത്തിവെപ്പ് നടത്തുന്നത് സോക്കട് വന്നിട്ടല്ലോ. അതിന് ഉസ്താദ് പറഞ്ഞ വേറെ ഉദാഹരണം വളരെ ഫിറ്റല്ലോ. അപ്പൊ ഞാന് ഭാവിയിലെങ്ങാണ്ട് ഒരാളെങ്കിലും ഉണ്ടാവരുത് സ്നേഹം കൊണ്ട് പറഞ്ഞു പോയതാ. മുത്താലിമിന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ അള്ള വെറുതെ വിടൂല. ഓൻ ചിലപ്പോ അവലൊന്ന് വെള്ളം അങ്ങോട്ട് തെറിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ മദീന പള്ളിയിൽ അടി നടന്നിട്ട് എന്നിട്ട് അവരെ കൂടി പുറത്താക്കേണ്ട സമയത്ത് പുറത്താക്കും. റഹ്മത്തുൽ ആലമീനല്ലേ. ഞങ്ങളൊക്കെ ഉസ്താദിന്റെ ഇടയിൽ ഉസ്താദിന്റെ റഹ്മത്ത് കൊണ്ടല്ലേ നിന്ന് പോയതും ബിരുദെടുത്തതും. അല്ലാതെ ആരെങ്കിലും മലക്കിനെ പോലെ. പക്ഷെ ഉസ്താദിന് ഒരു പരിധി ഉണ്ട്. പരിധി വിട്ടാൽ എന്താണെന്നും ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ ഒന്നും ഒരു മാപ്പില്ല. അതുകൊണ്ടല്ലേ നമ്മുടെ ദർശകളൊക്കെ വളരെ വെടുപ്പായിട്ട് ഇങ്ങനെ വരുന്നത്. ഞങ്ങൾക്ക് ഉസ്താദ് ജീവിതകാലത്ത് പഠിപ്പിച്ച ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയും, ഏറ്റവും വലിയ സന്ദേശം ഒറ്റക്കാണെങ്കിലും തമ്മാടിത്തരം ചെയ്യരുത്. ഏത് സാഹചര്യത്തിലാണെങ്കിലും അള്ളാഹിന്റെ നിരീക്ഷണ ക്യാമറ. അതുകൊണ്ട് ഏറെക്കുറെ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്.
അള്ളാഹു നിലനിർത്തി തട്ടെ, അത് വളർത്തി തട്ടെ, ഉയർത്തി തട്ടെ, സ്ഥിരപ്പെടുത്തി തട്ടെ. നമ്മളെല്ലാരെയും അള്ളാഹു അങ്ങനെ ആക്കി തട്ടെ. എല്ലാ സൗകര്യവും സാഹചര്യം ഉണ്ട്. പക്ഷെ തോന്നിയാസം ചെയ്ത ആരും അറിയില്ല. അപ്പൊ കൽബുന്ന ഒരു പേടി കണ്ട് ഒരു കാഴ്ചന്നൊരു തള്ളാര് ഒരു കാഴ്ച കണ്ട് കയറുന്നു. എന്നാ ഉറപ്പായി ഈമാനോടെ മരിക്കുന്നു. മറ്റോടത്തൊന്നും ഉറപ്പില്ല. കാരണം അത് കൗമിനെ പേടിച്ചിട്ടാണ് മാറിയിരിക്കുന്നത്. അതല്ല, ഹൽക്കിനെ പേടിച്ച് മാറലും ഹാലിക്കിനെ വിചാരിച്ച് മാറലും രണ്ടല്ലേ. ഹാലിക്കിനെ പേടിച്ച് മാറുന്ന ഹാല് നമുക്ക് ഉണ്ടോ ഇല്ലേ? അത് ഒറ്റ ഇനിയിപ്പോ അത് പരിശോധിക്കാൻ വേണ്ടി ആരും ഒറ്റയ്ക്ക് ഒരു തോന്നിയാസത്തിന്റെ സാഹചര്യം ഉണ്ടാക്കും വേണ്ട, ഒക്കെ പൊളിഞ്ഞു അതാണ്ടായി. പക്ഷെ നമ്മൾ അങ്ങനെ വളരണം, ഉയരണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏത് കാര്യം മരണത്തെ മുന്നിൽ കണ്ടാ റെഡിയായി. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ജുമുഅയില് ജുമുഅക്ക് നേരത്തെ വരണമെന്ന് അള്ളാഹു പറയുന്നതിന് മുമ്പ് ഒരു വർത്തമാനം പറഞ്ഞു. ഇതിനായത്തിന് അർത്ഥം വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് മദ്ഹിന്റെ ഖുൽഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നബിയെ തങ്ങൾ പറയുക, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, മരണത്തിന് തൊട്ട് ഗുളിക കുടിച്ചുകൊണ്ട് എക്സർസൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓടി ഒളിക്കാൻ ശ്രമിക്കുകയാ. പക്ഷേ സമയമായാൽ ഗുളിക കുടിച്ചിട്ട് കാര്യമില്ല, ബ്ലോക്ക് നീക്കാൻ കിലോമീറ്റർ നടന്നിട്ട് കാര്യമില്ല. ഫഇന്നഹു മുലാഖീകും, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ്. സുമ്മ തുറദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, പിന്നെ ദൃശ്യവും അദൃശ്യവും കൃത്യമായി ശക്തമായി അറിയുന്ന പടച്ചവനിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്നതാണ്. അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചത് കൃത്യമായി നിങ്ങളെ ഉണർത്തുന്നതാ. ഇത് പറഞ്ഞതിന് ശേഷമാ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബയാ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ എന്ന് പറഞ്ഞത് മരണത്തെ ഓർമ്മപ്പെടുത്തിയ. ആഖിറത്തിന് വേണ്ടി പണിയെടുക്കണമെങ്കിൽ ഇവിടുന്ന് പോകുന്നുള്ള ബോധം ഉണ്ടാവും. ഇന്നത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടുന്ന് പോകുന്നുള്ള ബോധേ ഇല്ല. ഞാൻ ഇവിടെ അടുത്ത സ്ഥലത്ത് പോയപ്പോ എന്നോട് അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞു, ബേജാറാകുന്ന കാര്യമൊന്നും പറഞ്ഞിട്ട് നിങ്ങളൊന്ന് പേടിപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ മരണം പറഞ്ഞാലോ? അതൊന്നും ഇവിടെ ബേജാറല്ല. ഇവിടെയാണ് ആ മയ്യത്ത് കട്ടിനുള്ളില് കുറുക്കന്റെ മുഖംമൂടി ഇട്ടിട്ട് പുതിയാപ്പളന്ന് സെക്കമ്പടേന്ന്. മയ്യത്ത് കെട്ടിന്റെ ഉള്ളിലേക്ക് കയറിക്കുന്നത് കുറുക്കന്റെ മുഖംമൂടി, എന്നിട്ടാണ് പുതിയാപ്പള വന്നത്. അവിടെ പോയിട്ട് ഞാൻ മരണം വെച്ച് പേടിപ്പിച്ച ആരെ പേടിക്കുക? ഇപ്പൊ എല്ലാവർക്കും അതാണ്, ഒരു പേടില്ല. വേറിനോടുത്ത് വെറ്റ് ആക്ക് വേറിനോടുത്ത് വെറ്റ് അസ്രായിലോ പ്രശ്നമില്ല. മുങ്കർ നക്കീറോ ഒക്കെ ഒരു പുറത്തൊക്കെ പിടിച്ചു നോക്കാം നമ്മക്കേ എന്നൊക്കെ ഒരു വിചാരത്തിലാണ് ഇപ്പൊ ചെറുപ്പക്കാരുള്ളത്. 4 ദിവസം എന്റെ വാണിയന്നൂരില് എന്റെ കൂടെ പഠിച്ച മുസ്തഫ മരിച്ചു. ഞാനൊരു പ്രോഗ്രാം കഴിഞ്ഞ് പോകുമ്പോഴാണ് എന്റെ മൊബൈലിലേക്ക് ജ്യേഷ്ഠം വിളിച്ചു പറഞ്ഞു, ആ മുസ്തഫ മരിച്ച അന്ന് ഭാര്യക്ക് വിളിച്ചിട്ട് പറഞ്ഞത് മറ്റന്നാള് ഞാൻ വരുന്നതാണ്, മറ്റന്നാള് ഞാൻ പുരയിലെത്തുന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞ മുസ്തഫ കേവലം മണിക്കൂർ കഴിഞ്ഞപ്പോ മരിക്കുകയാണ്. മറ്റന്നാൾ മുസ്തഫ എത്തി, പക്ഷെ നാട്ടുകാര് മൂക്കിൽ പഞ്ഞു വെച്ചിട്ടാ കൊടുക്കുന്നത്. ആ മുസ്തഫക്ക് അല്ലാഹു ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. കാര്യമായ തകരാറൊന്നുമില്ല. ഇതങ്ങനെ പോവല്ലേ, സമയമായ പോവാ. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ യൗമുൽ ജുമുഅയിലെ ഇശാ സുബ്ഹി ജുമുഅക്ക് ഓതൽ പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ട സൂറത്തുകൾ 2 എണ്ണല്ലേ? ജുമുഅയും മുഅ്മിനും സൂറത്തും. അത് രണ്ടിലും മരണല്ലേ പറയുന്നത്. 62 നമ്പർ സൂറത്താണ്. ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജുമുഅയിൽ മെല്ലെ അങ്ങോട്ട് പറഞ്ഞു, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും എന്ന് പറഞ്ഞു നിർത്തി. മരണത്തിന് കൊതറിമാടാൻ നിങ്ങൾ എത്ര പടാപാട് നടത്തിയിട്ടും കാര്യമില്ല, സമയത്ത് നിങ്ങളെ കണ്ടുമുട്ടും. എന്നിട്ട് വേറെ സ്ഥലത്ത് പറഞ്ഞു, വലൗ കുൻതും ഫീ ബുറൂജി മുശയ്യദ, നിങ്ങൾ ബുർജ് ഖലീഫന്റെ നെറുകയിൽ താമസിക്കുകയാണെങ്കിലും അസറായിൽ അവിടെ എത്തുന്നു. ഖലീഫ എന്നുള്ള ഞാൻ കൂട്ടിയാണ്, ബുറൂജ് എന്നുള്ള ജമ്മ ഖുർആൻ പറഞ്ഞു. ബുർജ് ഖലീഫ കയ്യിൽ പെട്ടു, അതുകൊണ്ട് പറഞ്ഞു. ഈടെ അടുത്തൊരാളിനോട് പറഞ്ഞു, ബുർജ് ഖലീഫയിൽ ഒരാൾ കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബലം പിടിച്ചു മരിച്ചത്. അപ്പൊ എനിക്ക് ഈ ആയത്തിന്റെ കർമ്മ ഓർമ്മ വന്നു. അപ്പൊ 62 അല്ലാഹു തആല ഒന്നിങ്ങനെ പറഞ്ഞു പോയിട്ടോ. ഖുർആൻ ശ്രദ്ധിക്കണേ, ഒന്നിങ്ങനെ പറഞ്ഞു പോയി. എത്ര കൊതറി മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മരണത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മുക്തരാവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. 63 അല്ലാഹു തആല ഭാഷ കണ്ട് കടുപ്പം കൂട്ടിയിട്ട് ഒരൊറ്റ അടിയാണ്, ലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. മുത്തലിമിങ്ങൾക്കറിയാം, ലന്നോണ്ട് നഫീദാൽ തേക്കീതുണ്ടാവും.
ലാ എന്നുള്ളതിനേക്കാളും കടുപ്പ. ലാ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാം, എന്നാലൊക്കെ പിന്താന്നൊക്കെ അർത്ഥം വെക്കാണെങ്കിൽ നിസ്തർക്കൻ നിസ്സംശയം പിന്തുന്ന പ്രശ്നമേ ഇല്ല. സമയം സമാഗതമായാൽ പിന്നെ പിന്തുന്ന പ്രശ്നമേ ഇല്ല. സമയം സമാഗതമായാൽ പിന്നെ പിന്തുന്ന പ്രശ്നമേ ഇല്ല. അതിലേറെ അത്ഭുതം ഈ പരിശുദ്ധമായ വാക്യമുള്ളത് 63-ാം സൂറത്തിലാണ്. കാരണം റസൂലുള്ളാഹിന്റെ പ്രായം 63. റസൂലുള്ളാഹിന്റെ പ്രായം 63. ഖുർആനെ വായിക്കുന്ന ചെറുപ്പക്കാരെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇതൊന്നും ജബ്ബാർ മാഷന് അറിയില്ല. ഖുർആൻ ഒരു സൗന്ദര്യമുണ്ട്. ഏത് ആയത്തെ എവിടെ വെക്കണം എന്നതും വഹിയാണ്. തോന്നിയതുപോലെ വെച്ചതല്ല അത്. ഏത് സൂറത്ത് എവിടെ ഇറങ്ങിയ അനുസരിച്ചുകൊണ്ടാണ് ഈ ഇഖ്റയല്ല ആദ്യം വേണ്ടത്. അവസാനാണെങ്കിൽ വത്തക്കോ യൗമൻ തുർജഊന ഫീഹിലുള്ള അതല്ലേ വേണ്ടത്. അങ്ങനെയല്ലല്ലോ മുസാഫിലുള്ളത്. മുസാഫിലുള്ളത് സൂറത്തുൽ ഫാത്തിഹയല്ലേ. സൂറത്തുൽ ഫാത്തിഹ. നാളെ ഒരാൾ എന്റെ അടുത്ത് വെച്ചു അൽ ബഖറ എന്ന് പറഞ്ഞ പശു എന്നല്ല അർത്ഥം. ഞാൻ ചോദിച്ചു എന്തായാലും കുഴപ്പം? പശു എന്ന് പറഞ്ഞാൽ മൃഗല്ല ഉസ്താദെ, ഒരു മൃഗത്തിന്റെ പേരുള്ള അധ്യായം വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ മോചിത്താന്നും പറഞ്ഞ് നടക്കണതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അതാണ് നിങ്ങളെ വക്രീകരണം എന്ന് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ വക്രീകരണം നടത്തുന്ന ആളുകൾ, നിങ്ങൾ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ ഛർദ്ദിക്കുക എന്നിട്ട് പൈസ ഉണ്ടാക്കുക, അതല്ലാതെ എന്താ നിങ്ങൾക്ക് പണി? അൽ ബഖറ എന്ന് പറഞ്ഞാൽ പശു തന്നെ അർത്ഥം. പക്ഷെ മുസാഫിന്റെ ലാസ്റ്റ് ഒരു സൂറത്തുണ്ട്, സൂറത്തുൻ നാസ്. അന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അതിന്റെ അർത്ഥം. അപ്പൊ ഇതിന്റെ ആകത്തുക എന്താ? ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാവും. ബുദ്ധിക്ക് യുക്തി വാദിച്ചാൽ മനസ്സിലാവൂല, യുക്തിക്ക് വാദം പിടിച്ചാൽ മനസ്സിലാവൂല, യുക്തിക്ക് ഭക്തി ഉണ്ടായാൽ മനസ്സിലാവും. യുക്തിവാദം ഉണ്ട്, ഭക്തിവാദം ഉണ്ട്. യുക്തിക്ക് വാദം പിടിച്ചാൽ യുക്തിവാദിയായി, രോഗം പിടിച്ചാൽ യുക്തി വ്യാധിയായി. യുക്തിവാദിയായിട്ടും കാര്യമില്ല, യുക്തി വ്യാധിയായിട്ടും കാര്യമില്ല. അന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. അപ്പൊ ബുദ്ധിയുള്ളവന് മനസ്സിലാവും ഇത് മൃഗത്തെ മനുഷ്യനാക്കാൻ പര്യാപ്തമായ ഗ്രന്ഥമാണ്. ഞാൻ ആക്കിയോ ഇല്ലേ അത് അന്നൊക്കെ നോക്കിയാൽ മതി. മൃഗങ്ങൾ നാണിപ്പിക്കുന്ന തമാടിത്തരങ്ങളിൽ പൂരം നടത്തിയിരുന്ന പല പേരുടെയും വാക്കുകൾക്ക് മുമ്പിൽ റളിയല്ലാഹു അൻഹും എന്ന് ചൊല്ലുന്നവരല്ലേ നമ്മള്. ആരായിരുന്നു അവര്? അവരെ മാറ്റിയതാരാണ്? ചലിക്കുന്ന ഖുർആൻ ചലിക്കാത്ത ഗ്രന്ഥം കൊണ്ട് മാറ്റി. മക്കയിൽ 2 ഖുർആനാണ്. ഒന്ന് ചലിക്കുന്ന ഖുർആനാണ്, അത് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തേത് ചലിക്കാത്ത ഖുർആനാണ്. ആ ഖുർആനോ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്ത ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. ആകാശത്തിന്റെ അമ്പിളിക്ക് മുത്തം കൊടുത്തു നിൽക്കുന്ന പർവ്വത പാറക്കെട്ടായ എവറസ്റ്റിന്റെ നെറുകയിലേക്ക് ആ പരിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത്, ആ എവറസ്റ്റ് പാറക്കെട്ടിനെ അക്കലും ഫാമും കൊടുത്തുകൊണ്ട് പടച്ചവൻ ഇറക്കുന്നതെങ്കിൽ ആകാശത്തിന് മുത്തം കൊടുത്തു നിൽക്കുന്ന പർവ്വത പാറക്കെട്ടുകൾ അടിഞ്ഞമർന്ന് തകർന്ന് തരിപ്പണമാകുമെന്ന് പറഞ്ഞു ഖുർആൻ. ആ ഖുർആനിന്റെ 6000 സംതിങ് ആയത്തുകൾ ഇറങ്ങിയത് എവറസ്റ്റിലേക്കല്ല, റസൂലുള്ളാഹിന്റെ ഖൽബിലേക്കാണ്. പതറിയില്ല, ചിതറിയില്ല, അടറിയില്ല, മോഹാലസ്യപ്പെട്ടില്ല. കാരണം അലം നശ്റഹു ലക സദ്റക. ആ മുത്തനബി അനുധാവനം ചെയ്യാൻ നോട്ട് ദി ഹിസ്റ്ററി ഓഫ് ദ പേഴ്സൺ ബട്ട് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് മുഹമ്മദ് മുസ്തഫ. ഇതൊരു വ്യക്തിയുടെ ചരിത്രമല്ല, ഒരു പ്രപഞ്ചത്തിന്റെ ചരിത്രമാണ്. ഇതൊരു വ്യക്തിയുടെ ചരിത്രമല്ല, ഒരു പ്രപഞ്ചത്തിന്റെ ചരിത്രമാണ് മുഹമ്മദ് മുസ്തഫാന്റെ ചരിത്രം എന്ന് ഞങ്ങളാരും പറഞ്ഞതല്ല, യൂറോപ്യന്മാർ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഹബീബിന്റെ അനുയായികളാവാൻ ഭാഗ്യം ലഭിച്ച നമ്മൾക്ക് പ്രത്യേകമായ ബാധ്യതകളിൽപ്പെട്ടതാണ് റസൂലുള്ളാഹിനെ പഠിക്കണേ, ഇത്തിബാ ചെയ്യണേ, സ്വലാത്ത് ചൊല്ലണേ. ഞങ്ങൾക്കൊക്കെ മഹാനായ ഉസ്താദ് രോഗം വന്നാൽ ചൊല്ലാന്തരൽ സ്വലാത്ത, ഉദ്ദേശങ്ങൾ വന്നാൽ വീടാന്തരൽ സ്വലാത്ത. അവിടുത്തെ ജീവിതത്തിൽ മിനിഞ്ഞാന്ന് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, റബീഉൽ അവ്വലിന് ദിനം പ്രതി 1000 സ്വലാത്തെങ്കിലും നമ്മൾ ചൊല്ലുകയല്ലേ, മഹാനവറുകൾ ചൊല്ലുകയല്ലേ എന്ന് ചോദിച്ചാൽ ആ കോഡ് ഭാഷ എനിക്കറിയാം. മഹാനവറുകൾ ദിനം പ്രതി 1000 സ്വലാത്ത് ചൊല്ലുന്നവരാ. അല്ലാ അല്ലാ കിതാബ് എഴുതുന്നു, ദർസ് നടത്തുന്നു, കിതാബ് എഴുത്ത് 600-ൽ കവിഞ്ഞു പോകുന്നു. അതിനിടയിൽ സൂറത്തുൽ കഹ്ഫ് മുടങ്ങുന്നില്ല, തഹജ്ജുദ് മുടങ്ങുന്നില്ല, സ്വലാത്ത് മുടങ്ങുന്നില്ല.
പ്രയാസപ്പെട്ട് വരുന്ന രോഗികളായ, പ്രയാസപ്പെടുന്ന കടം കൊണ്ട് വലഞ്ഞവരായ, കട്ടപ്പാടിന്റെ പാറക്കെട്ടുകളിൽ നിരഞ്ഞു ജീവിക്കുന്നവരായ എത്രയോ ആളുകൾ അത്താണിയായി കണ്ട് ഉസ്താദ് വീട്ടിലെത്തിയാൽ അവിടെ വരികയാ, അവരോട് ദിക്ർ ചൊല്ലാൻ കൊടുക്കുകയാ, അതിൽ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടുകയാ, ജോലികൾ ഹൈറായത് കിട്ടുകയാ, വിവാഹങ്ങൾ പെട്ടെന്ന് ശരിയാവുകയാ, കല്യാണം കഴിച്ച് കൊല്ലങ്ങളേറെ മക്കളില്ലാതെ നിരാശയുടെ കയ്പുനീര് കുടിച്ച് തകർന്നു പോയ കുടുംബങ്ങള് മഹാനവറുകളുടെ കൂടെ ഉണ്ടായി. മഹാനവറുകളുടെ സമീപത്ത് വന്നുകൊണ്ട് പരാതി പറഞ്ഞാൽ ഖുർആന്റെ വെളിച്ചത്തിൽ, ഹദീസിന്റെ വെളിച്ചത്തിൽ ദിക്റും സലാത്തും കൊടുത്താൽ 20 കൊല്ലമായി മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവുകയാ, എത്രയോ ക്യാൻസർ രോഗികൾക്ക് ദിക്ർ ചൊല്ലി മാറുകയാ. ഇതൊക്കെ എന്റെ അനുഭവമാണ്. തൗഫീഖല്ലേ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഇൽമ തെരഞ്ഞെടുക്കുമ്പോൾ പടച്ചവൻ കൊടുക്കുന്ന തൗഫീഖല്ലേ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഹുയ്റ സുലൈമാനോ, സുലൈമാൻ അലൈഹിസ്സലാമിന് സ്വാതന്ത്ര്യം കൊടുക്കുകയാ, അല്ലാഹു കൊടുക്കുകയാ. സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പടച്ചവൻ പറയുകയാ, ബൈനൽ ഇൽമി വൽ മാലി വൽ മുൽക്കി, നിങ്ങൾക്കൊന്നുകിൽ രാജാവാകാ, അല്ലെങ്കിൽ പണക്കാരനാകാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രാജാവാകാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആലിമാകാ. സുലൈമാൻ നബി അലൈഹിസ്സലാം പടച്ചവനോട് പറഞ്ഞു, അല്ലാഹ് എനിക്ക് ഇൽമ് മതി അല്ലാഹ്. സുലൈമാൻ നബി അലൈഹിസ്സലാം സെലക്ട് ചെയ്തത് ഇൽമിനെയാ. ഇൽമിനെ അങ്ങോട്ട് തെരഞ്ഞെടുത്തപ്പോ അല്ലാഹ് എല്ലാം അങ്ങോട്ട് കൊടുത്തു. നിങ്ങളെ മക്കള് തന്റെ ഇടം ബുദ്ധിയും പക്വത ഉണ്ടാവുമ്പോ നിങ്ങൾ ഇൽമിനെ തെരഞ്ഞെടുക്കാനുള്ള അവസ്ഥയിലേക്ക് മക്കൾ ഉയർത്തിയാൽ ഈ മക്കൾക്ക് പൈസ ഉണ്ടാവും. നീയത്ത് അള്ളയായിരിക്കണം, പൈസക്ക് വേണ്ടി ഇൽമ ഓടിക്കണമെന്നല്ല പറയുന്നത്. ഈ മക്കൾക്ക് അല്ലാഹ് എല്ലാം കൊടുക്കും, ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. എന്റെ അസിസ്റ്റന്റ് ഷരീഫ് അഷ്റഫി എന്ന് പറയും, ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ ആഗ്രഹിച്ചല്ലേ. അദ്ദേഹത്തിന്റെ കൂടെ ആ ബാച്ചിലുള്ള ഒരുപാട് കുട്ടികളുണ്ട്, ഒക്കെ എന്റെ ആളുകൾ, എന്റെ കുട്ടികളെ എനിക്ക് സ്നേഹമുള്ളവരാണ്. എഞ്ചിനീയർമാരുണ്ട്, വലിയ ബിസിനസ്സുകാരുണ്ട്. പക്ഷെ ഷരീഫ് അഷ്റഫിയെ പോലെ അവർക്ക് നിഅമത്ത് കിട്ടിയെന്ന് എനിക്ക് അശേഷം തോന്നണില്ല. അദ്ദേഹം വലിയ വീടുണ്ടാക്കി, കൊട്ടാര സമാനമുള്ള വീടുണ്ടാക്കി, വണ്ടി വാങ്ങി, ദർസ് നടത്തുന്നു. ഇപ്പൊ ഞാൻ വീടുണ്ടാക്കണ്ട, അതിന് മൊത്തം ചാർജ് മുപ്പരിക്കാം. എത്ര പെട്ടെന്ന് ഒരു കോഴ്സും പൂർത്തിയാക്കിയിട്ടില്ല, എഞ്ചിനീയർമാർ പോലും ഞെട്ടിപ്പോവാൻ. കോഴ്സ് പൂർത്തിയായ ആളുകളൊക്കെ മൂക്കത്തെ വരലേക്കാണ്. ഇയാള് കോഴ്സൊന്നും പൂർത്തിയാക്കിയിട്ടില്ല. കാരണം എന്താ? ഇൽമ തെരഞ്ഞെടുത്ത എല്ലാം അള്ളാഹ് കൊടുക്കും. അതാണ് ഇൽമാണ് തെരഞ്ഞെടുത്തത്. ബാക്കിയൊക്കെ അള്ളാഹ് കൊണ്ട് കൊടുക്കും. എവിടെ കൊടുക്കും? ഇവിടെ കൊടുക്കും, അവിടെ അതിനേക്കാളും കൊടുക്കും. ഇനി ഇവിടെ എന്തെങ്കിലും പരീക്ഷണം വന്നാൽ അതിനെ അതിജയിക്കണമെങ്കിലും ഇൽമ വേണം. ഞാനൊരിക്കലും ഒരു യുക്തിവാദിയോട് വെച്ചു, ഞങ്ങൾക്കൊരു സമാധാനമുണ്ട്. എന്താണെന്നറിയോ? ഞങ്ങൾക്കൊരു പ്രശ്നവും പ്രയാസങ്ങളും സങ്കീർണാവസ്ഥയും വന്നാൽ ഇത് കേൾക്കണ, പരിഹരിക്കണ ഒരാളുണ്ട് എന്നുള്ള ബോധമുണ്ട്. നിങ്ങൾക്ക് ഉണ്ടോ? ഇതില്ലാതെ സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് അയ്യൂബ് മൗലവി, ഞാൻ എന്റെ പ്രസംഗത്തിൽ യുക്തിവാദികൾ നേരിടുമ്പോ അയ്യൂബ് മൗലവി മാത്രമാണ് ഗണിക്കാറുള്ളത്. കാരണം അദ്ദേഹം ഇൽമുള്ള ആളാണ്, പള്ളിയർസിൽ ഓതി പഠിച്ചിട്ട് പിന്നെ യുക്തിവാദിയായ ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനാണ് ഞാൻ മറുപടി കൊടുക്കുക. ഈ ജബ്ബാർ ഭാഷ ഞാൻ അങ്ങനെ പരിഗണിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ എന്നെ പറഞ്ഞു പോകുന്നല്ല. ആ കാക്കാനൊന്നും ചോദ്യത്തിന് കാരണം ആൾക്ക് അറബി അറിയില്ല, കൃത്യമായിട്ട് ഒന്നും അറിയില്ല എന്നും അറിയില്ല. അങ്ങനത്തെ ഒരാളാണ്. പിന്നെ സമയം വെറുതെ ഇയാൾക്ക് ഞാൻ മറുപടി കൊടുക്കലുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇന്ന് മറുപടി കൊടുക്കണ്ട. ഞാൻ മറുപടി കൊടുത്തിട്ടല്ല. അദ്ദേഹം കൊറോണ കാലത്ത് ചിന്തിച്ചിട്ട് ഇപ്പൊ തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനാണ്. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അദ്ദേഹം തിരിച്ചു വന്നിട്ട് പത്രക്കാരോട് പറഞ്ഞൊരു വർത്താനുണ്ട്, യുവാക്കൾ അതൊക്കെ കേൾക്കണ്ടേ. തിരിച്ചു വന്നിട്ട് പത്രക്കാരോട് പറയാൻ എനിക്ക് നല്ല സമാധാനമുണ്ട്. എന്ത് പ്രയാസങ്ങളും യൂട്യൂബിലൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുമ്പോ എനിക്കെതിരെ കമന്റ്സുകളൊക്കെ വരുമ്പോ രാത്രി എണീറ്റിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് സുജൂദ് എണീച്ചിട്ട് അള്ളാന്ന് വിളിച്ച ഒക്കെ ലോഡ് ഇറങ്ങും. എനിക്ക് പറയാനൊരു പടച്ചോനുണ്ടല്ലോ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഇത് വിശ്വാസിയുടെ കുത്തകയാണ്, വിശ്വാസിയുടെ കുത്തകയാ. മറ്റൊരാൾക്കുണ്ടാവില്ലത്. ഇത് ചെറുപ്പത്തിലെ കുട്ടികൾക്കുണ്ട്, ചെറുപ്പത്തിലേ ഉണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ 2011 20 ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള 57 ശാസ്ത്രജ്ഞന്മാർ പങ്കെടുത്തിട്ടുള്ള ഇന്ത്യയുടെ 20,33,00,000 രൂപ ചെലവഴിച്ച ഒരു റിസർച്ച് നടന്നിട്ടുണ്ട്. യുവാക്കളെ പഠിക്കുന്നത് നല്ലതാണ്. എന്താ റിസർച്ച് എന്നറിയോ? ജന്മവാസന എന്താണ്? ജന്മവാസന എന്താണ്? ഒരു മനുഷ്യന്റെ ജന്മവാസന എന്താണ്? 57 ശാസ്ത്രജ്ഞന്മാരാ റിസർച്ചിൽ പങ്കെടുത്ത്. എന്നിട്ട് റിസൾട്ട് എന്താ വന്നതെന്നറിയങ്ങള്? It is a natural to believe in God.
ഏതൊരു കുട്ടിയുടെയും ജന്മവാസന ഇലാഹി ബോധമാണ്, അള്ളാഹ് എന്നുള്ള ചിന്തയാണ്. എന്നോടൊരിക്കലും ഒരു വലിയ സന്യാസി ഞങ്ങളൊരു പള്ളി ഉദ്ഘാടനത്തിന് കണ്ടുമുട്ടിയതാണ്. ഒരു മനുഷ്യ സൗഹാർദ്ദ സമ്മേളനം, മതസൗഹാർദ്ദം എന്നുള്ള വാക്കിനോട് എനിക്ക് യോജിപ്പില്ല, മനുഷ്യ സൗഹാർദ്ദ സമ്മേളനം. അതിൽ അദ്ദേഹം എന്നോട് പറയാണ്, പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ചെറിയ കുട്ടികൾ കരയുന്നതന്നെ അള്ളാഹ് എന്ന് വിളിച്ചിട്ടാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരിക്കും ഇങ്ങനെ ചിന്തിച്ചപ്പോ അങ്ങനെ തന്നെയാണ്. തൊട്ടി കിടക്കുന്ന കുട്ടികൾ അള്ളാഹ് കറിയില്ലേ, അള്ളാഹ്ന്നല്ലേ വിളിക്കുന്നത്. അങ്ങനെ ആ ഒരു കിതാബിൽ കാണും ചെയ്തു. പിന്നെ അങ്ങനെ തന്നെ ഒരു കിതാബിൽ കാണും ചെയ്ത്. അതാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പറയുന്നത്, ഇറ്റ് ഈസ് എ നാച്ചുറൽ ടു ബിലീവ് ഇൻ ഗോഡ്. വിശ്വാസം. ഏത് കുട്ടിയുടെയും ജന്മവാസന അള്ളയാണ്. ഇത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഒന്നും പാസ്സാക്കണ്ട. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര മുഹമ്മദ് മുസ്തഫ. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നെഞ്ഞത്ത് കടിക്കണ, ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഇതാണ് പറയുമ്പോ എല്ലാരും നൂഹ് നബിന്റെ കഥ കണ്ടെടുത്തു. നൂഹ് നബിന്റെ മോൻ കണ്ടില്ലേന്ന്. അതിനെ എല്ലാരും പറയലേ, ബാപ്പ നന്നായിട്ട് കാര്യമില്ല, മോൻ നന്നാവൂലെന്ന്. അതിനല്ല അള്ളാഹ് പറഞ്ഞേ, വേറൊന്നിനും കൂടിയാ. ബാപ്പ എത്ര നന്നായിട്ടും കാര്യമില്ല, ഉമ്മ മോശപ്പെട്ട മോൻ കെട്ടുപോകുന്നുള്ളതിനാണ് തെളിവ്. ബാപ്പ നബിയായിട്ടും കാര്യമില്ല, ബെഡ്റൂമൊക്കെ എടുക്കണേ ശരിയല്ലെങ്കിൽ മക്കൾ കെട്ടുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളാണ് വീടിലെ ദീപങ്ങൾ. നിങ്ങൾ കെട്ടുപോയാൽ മക്കൾ നാശമാകും. അതിന്റെ ഉത്തരവാദിത്വം മൊത്തം നിങ്ങളെ പെരടിയില്ല. ഇന്ന് ഞങ്ങൾ അർത്ഥം വെക്കും ഉമ്മാന്റെ കാലിലോട്ടാണ് സ്വർഗം. ഓക്കെ, പക്ഷെ നാളെ നിങ്ങളെ സ്വർഗം മോന്റെ കാലിലോട്ടാണ്. മോന്റെ സമ്മതം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എത്ര മൊക്കനിട്ടിട്ടും കാര്യമില്ല, എത്ര ഉംറ ചെയ്തിട്ടും കാര്യമില്ല, എത്ര ഹജ്ജിന് പോയിട്ടും കാര്യമില്ല, നരകത്ത് പോകും. നിങ്ങൾ അനാസ്ഥ കാണിച്ചാൽ, ഉദാസീനത കാണിച്ചാൽ, അശ്രദ്ധ കാണിച്ചാൽ, അത് കാരണത്താ നിങ്ങളുടെ മോന് അതാ MDMന്റെ ആളായാൽ, പെണ്ണുപിടിയനായാൽ, കള്ളുപിടിയനായാൽ, മഹല്ലന്റെ കുടുംബത്തിന്റെ കുളം തോണ്ടുന്നവനായാൽ, മൊക്കനയിട്ട ഉമ്മ നാളെ സ്വർഗസ്ഥയായി നിങ്ങൾ തോക്കം പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പാറിപ്പോവാൻ സമയമെണ്ണി കാത്തിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ +2 പഠിക്കുന്ന മോനില്ലേ, ആ മോനെ പരലോകത്ത് വെച്ചുകൊണ്ട് അലറുകയാ, അല്ലാ അല്ലാ എന്റെ വാപ്പയാ ഉമ്മയാ സ്വർഗത്തിൽ പോവാൻ കാത്തിരിക്കുന്നത്. ഞാൻ MDMയുടെ ആവാൻ കാരണം ആ കാക്കയാണ്, തള്ളയാണ്. ഞാൻ അങ്ങാടി പിള്ളേരുടെ കൂടെ ഊര് കറങ്ങുന്ന സമയത്ത്, തമ്മാടിത്തരം പറയുന്ന സമയത്ത്, ഒഴിഞ്ഞിരുന്നു കൊണ്ട് മൊബൈൽ മാന്തുന്ന സമയത്ത് എന്റെ വാപ്പ തൊപ്പിയിട്ടുകൊണ്ട് പള്ളിയിലേക്ക് ഓടുകയാ, എന്റെ ഉമ്മ ഹത്തം തീർക്കുകയാ. എന്നോട് ഇന്നുവരെ കാമാ പ്രതികരിച്ചിട്ടില്ല, എന്നെ ഒന്ന് ചീത്ത പറഞ്ഞിട്ടില്ല, ശിക്ഷണം നടത്തിയിട്ടില്ല, ഭക്ഷണം തരിക മാത്രമാണ് ചെയ്തത് എന്ന് ഉമ്മാക്കെതിരെ വാപ്പാക്കെതിരെ മകനങ്ങ് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടിയിട്ട് പോവാൻ സമയമെണ്ണി ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ പ്രതീക്ഷയുമായി കാത്തിരിക്കുന്ന മാതാപിതാക്കളെ, ഈ മകൻ അലറി പറയുന്നത് ശരിയായ മകൻ നരകത്തിൽ വീഴുന്നതിന്റെ മുമ്പ് മാതാപിതാക്കൾ വീഴുന്നതാ. രക്ഷിക്കട്ടെ. നേരെ മറിച്ച് മകൻ വഴിതിരിഞ്ഞ് പോകുന്നതിലും പാപ്പാക്ക് പേടിയുണ്ട്, പറയുന്നുണ്ട്. പാപ്പ കുറ്റക്കാരനല്ല, അവിടെയാണ് നൂഹ് നബി ഞങ്ങൾ വെച്ചു കൊടുക്കുക. എന്നാലും ഉമ്മാനല്ല വിടൂല. ആ മകൻ തിരിയാൻ കാരണത്തിൽ ഉമ്മാക്ക് പങ്കുണ്ട്. കാരണം ഉമ്മയാണ് വീടിന്റെ വിളക്ക്. ഉമ്മ പിടിച്ചാൽ മകനെ കിട്ടണില്ലെങ്കിൽ പിന്നെന്തിനാ മകന്? ബാപ്പ പുറത്തല്ലേ, നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കല്ലേ, വേർത്തൊലിക്കല്ലേ, ഉറക്കൊഴിക്കല്ലേ, കഷ്ടപ്പെടല്ലേ, ഗൾഫിലല്ലേ. മകന് നോക്കുന്നേ നിങ്ങളല്ലേ, മകന് നോക്കുന്നേ നിങ്ങളല്ലേ. അതല്ലേ ഹബീബ നബി പറഞ്ഞത്, വൽ മർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ. വീട്ടിലെ ഭരണാധികാരി പെണ്ണാണ്. പെണ്ണിന് ഭരണമുണ്ട്, പക്ഷേ അത് മണ്ഡലം ചെറുതാണെന്ന് മാത്രം. ഭരണമുണ്ട്, വീട്ടിലെ ഭരണം നിങ്ങളാണ്. ബാപ്പച്ചി നിങ്ങളെ നോക്കാൻ വേണ്ടി പുറത്തിറങ്ങേണ്ട ആളാണ്. നിങ്ങൾ പരലോകത്ത് വെറുതെ വിടൂല. അള്ളാഹു മക്കള് കേടുന്ന മിക്കവാറും ഉമ്മമാരായിരിക്കും അതിന് കാരണക്കാർ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ദീർഘമായി പറയുന്നില്ല, നമുക്കൊന്ന് മദീനയിൽ പോയി വരാം. ഇവിടെ 10:45 കഴിഞ്ഞു, മയ്യത്തെത്താൻ സമയമായിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ആ വീട്ടിലേക്ക് പോകേണ്ടതാണ്. ഇനിയൊന്ന് കൽബുകൾ മദീനയിലേക്ക് തിരിയണേ. പ്രതീക്ഷയുടെ തിരുനാളമുള്ളത് അവിടെയാണ്. കൗതുകത്തിന്റെ ചരിത്രങ്ങൾ വിളിച്ചോടുന്നത് മദീനയാണ്.
കഥന കഥകളുടെ ഉദ്യാനവും മദീനയാണ്. മദീന മലർവാടിയിൽ വിരിയുന്ന കൊടകൾക്കടിയിലൂടെ മനോഹരമായ കാർപ്പറ്റിലൂടെ കാലുകുത്തിയിട്ട് സലാത്ത് സലാമുകൾ ചൊല്ലി പോകുന്നൊരു രംഗമുണ്ട്. ഇന്നിൽ തീയാ ഇലാ അർളിൽ ഹറാം ബല്ലിഗ സലാമി റൗളതൻ ഫീഹ നബിയുൽ മുഹ്തറം അക്ബാദുനാ മജ്റൂഹതു മിൻ സൈഫി ഹിജ്റിൽ മുസ്തഫ യാ സയ്യിദി ഇർഹം ലനാ യാ സയ്യിദി ഇർഹം ലനാ കാറ്റേ കാറ്റേ റൗളയിലാ ഈശുന്നരോ എത്തിക്കുമോ പാപിയമേന്നിൽ നിന്നൊരു അഭിവാദനാവചനങ്ങളായി ആത്മാവുകൾ നോവുകയാൽ യാ നബിയേ യജമാനരേ ഉപജയണേ യജമാനരേ ഉപജയണേ. ഏത് ലോകത്താണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ പൊള്ളുന്നോർമ്മയോടെ അഷ്റഫുൽ ഖൽഖ് നമ്മുടെ ഹൃദയത്തിൽ രാജപ്രഭുവായി പ്രതിഷ്ഠിക്കപ്പെട്ടതാണെങ്കിലോ ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹിന്റെ ഹെൽപ്പ് മദീനയിൽ നിന്ന് ഒഴുകുമേ. ഈ മുതല്ലിം ഇവിടെ എണീറ്റ് പ്രസംഗിക്കുന്ന സമയത്ത് മുമ്പിൽ ലൈവുള്ളത് കൊണ്ട് ലോകത്തിന്റെ അർത്ഥദിക്കിൽ നിന്ന് ഭൂഖണ്ഡം മാറി തന്നെ ആഫ്രിക്കയിൽ നിന്ന് എന്നെ കേൾക്കുന്ന ധാരാളം മലയാളികൾ എനിക്കറിയാം. ഇവിടെ ഈ സാമഗ്രി വെച്ചപ്പോൾ അതിന്റെ സംവിധാനം വഴി പടച്ചവൻ കേൾപ്പിക്കുകയാ. എന്നാൽ ഏറ്റവും ഫ്രഷായ രീതിയിൽ, ശക്തമായ രീതിയിൽ, റേഞ്ച് പോകാത്ത രീതിയിൽ ലൈവ് പ്രോഗ്രാം നടക്കുന്നത് അത് മദീനയിലാണ്. മദീനയിലാണ് സുർലറികൾ മുസ്തഫ വാസിദി ഖാമ തംബിഹി സുർതഹ മിൻ സാവിയന ഖൽബിക സിൽസാല സാൽ തഹ ഖൽബി മുദതൈതു വാദിയൻ ഖാഫമാ തബ അംബിദാദി തഹ താലിഗല്ലി താലി താൽ മുത്തലി തിളങ്ങിടും റൗള അതിൽ നീ പാർക്ക് അങ്ങി മുങ്ങാത്തെ മനസ്സാൽ ആകിയോരെ പാക്ക് നഖാത്താഴ്വര എത്തി നിൽക്കെ ഞാൻ ഭ്രമത്തിലായി നബി തിരുത്താവിൻ ചാരോ ലാലയത്തിലായി ലാ ഇലാഹ ഇല്ലല്ലാഹു. ഓനെ എവിടെ വെച്ചുകൊണ്ട് എന്ത് തെറ്റ് ചെയ്യുകയാണെങ്കിലും അള്ളാഹു മാത്രമല്ല ഖാലിഖായ അള്ളാഹു അറിയുന്നതിന് പുറമെ മുത്തായ മുസ്തഫ അറിയുമെന്നത് മറക്കണ്ട. സൂറത്തുൽ ഫതഹിന്റെ തഫ്സീറിൽ റൂഹുൽ ബയാനിൽ കാണാം ഉമ്മമാരെ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹാ പാതിരാവായാൽ എണീറ്റുകൊണ്ട് 100 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മയാണ്. ആ 100 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച ശേഷം റാബിയത്തുൽ അദവിയ കൈയുയർത്തിയിട്ട് പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹ് ഞാൻ ഈ 100 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചത് നിന്റെ തൃപ്തി കിട്ടാനാണ്. അതിന് പുറമെ എനിക്ക് ആഖിറത്തിൽ മുത്ത് റസൂലുള്ളാഹിന്റെ കൈ കിട്ടാനാണ്. ഞാനിങ്ങനെ ഉമ്മത്ത് മുഴുവനോ റസൂലുള്ളാഹിലേക്ക് ഓടിയണയുന്ന രംഗമല്ലോ. അല്ലാ അന്തിമ നാളിൽ ജനം തിങ്ങി കഴിയുന്നു, അന്തം വിട്ടങ്ങും ഇങ്ങും ഓടി നടക്കുന്നു, അമ്പിയാക്കളെ പോലും നഫ്സിയൊന്നുരയ്ക്കുന്നു, അഷ്റഫുൽ ഖൽഖിൻ വിളിയെങ്ങും മുഴക്കുന്നു, ആരംഭ ഉമ്മത്തി ഖൗമിയ ഉമ്മത്തി. എന്ത് ഭയങ്കര മേശറയാണ്. വെന്ത് ജനങ്ങൾ ഓടുകയാണ്, വെന്ത് ജനങ്ങൾ നീങ്ങുകയാണ്. ഓടിയ ബുൽ ബഷർ ആദമെ കാണുന്നു, ഓമന ശുപാർശയ്ക്ക് ബാപ്പയോട് ഉരയ്ക്കുന്നു, പോകുന്നു നിങ്ങൾ പോകു മക്കളെ ഞാനിന്ന് ബേജാറിലാണ് ഇന്നേ വയ്യ എനിക്കിന്നേ.
എല്ലാവരും കൈമലർത്തിയിട്ട് നഫ്സി നഫ്സി എന്ന് പറയുന്ന രംഗമല്ലേ. മഹ്ശറാവൻ സഭയിൽ പതറാത്ത പാദമായി, ഇടറാത്ത ഇടനെഞ്ചുമായി, വിറക്കാത്ത ശരീരവുമായി, വിമോചനത്തിന്റെ സ്വർഗീയ രാഗവുമായി പ്രത്യക്ഷപ്പെടുന്ന മഹ്ശറാവൻ സഭ എന്ന ലോക സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷകനല്ലേ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹാ പറയുകയാണ്, ഞാൻ ആളുകൾ ലക്ഷങ്ങൾ കോടികൾ തിങ്ങി നിറയുന്ന കൂട്ടത്തില് അമ്പിയാക്കളില്ലേ, സഹാബാക്കളില്ലേ, താബീങ്ങളില്ലേ, അഖ്താബില്ലേ, അഖവാത്തില്ലേ, മുസന്നിഫീങ്ങളില്ലേ, മുഅല്ലിഫീങ്ങളില്ലേ, എല്ലാവരും കൂടുന്ന സമയത്ത് ഞാൻ നുഴഞ്ഞു കയറി റസൂലുള്ളാഹിന്റെ അരികിലെത്തിയാൽ പ്രഭാമയമായ മുഖം നോക്കി ഞാൻ ചോദിക്കും, നബിയേ എന്നറിയുമോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറയണം, മോളെ നിന്നെ ഞാൻ അറിയുമല്ലോ. പാതിരാവിന്റെ ഉള്ളറയിൽ തണുപ്പ് കാലത്ത് ഉഷ്ണകാലത്ത് ഉളവ് ചെയ്തുകൊണ്ട് 100 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് എന്റെ ഉമ്മത്തിലെ റാബിയ അല്ലേ, നിന്നെ ഞാൻ ഖബറിൽ വെച്ചുകൊണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ മോളെ എന്ന് ലക്ഷോപലക്ഷങ്ങൾക്കിടയിൽ റസൂലുള്ള തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നെ സ്വർഗത്തിലേക്കൊന്ന് മാടി വിളിക്കാനാണ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ പൊരുത്തം കിട്ടാനും കൂടിയാണ് ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചത്. ഇത് ലൈവിൽ കേൾക്കുന്ന ആളുകൾ നാളെ എനിക്കെതിരെ സൈക്കിൾ ചെയിൻ എടുത്തുകൊണ്ട് ഓങ്ങണ്ട, അരിവാൾ എടുത്തുകൊണ്ട് രംഗത്തിറങ്ങണ്ട, വടിയെടുത്തുകൊണ്ട് അടിക്കണ്ട. മറിച്ചോ സ്വഹീഹ് ബുഖാരി അതിന്റെ ആരംഭം തന്നെ എന്താ മോനെ, ഇന്നമൽ അമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ഇല ദുനിയാ യുസീബുഹാ വഇംറാത്തിൻ തസവ്വജുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാദറ ഇലൈഹി. അതാ ഹിജ്റ പോകുന്ന സമയത്ത് അള്ളാന്റെ പൊരുത്തമെന്ന് പറഞ്ഞു നിർത്തിയില്ല, അവന്റെ റസൂലിന്റെ പൊരുത്തവുമാണ് കൊതിക്കുന്നതെങ്കിൽ അള്ളാന്റെയും റസൂലിന്റെയും തൃപ്തി കിട്ടുന്നതാ. ചെയ്യുന്ന അധ്വാനത്തിന് മുത്ത മുസ്തഫായുടെ പൊരുത്തം ആഗ്രഹിക്കാം എന്നതിന് വാറോല ഉദ്ധരിച്ചു എന്ന് പറയണ്ട. സ്വഹീഹ് ബുഖാരി എടുത്തു നോക്ക്, അതിന്റെ ശറഹ് മറിച്ചു നോക്ക്. ഇത് നാളെ എന്നെ ഗീബത്ത് പറയാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാ. മഹാനായ ഉസ്താദിരിക്കുന്ന സദസ്സാ, തങ്ങളിരിക്കുന്ന സദസ്സാ, നൂറുകണക്കിന് മുതഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ, പ്രവർത്തകന്മാർ, ഉമ്മമാര്, പെങ്ങന്മാരിരിക്കുന്ന വെള്ളിരാവിന്റെ സദസ്സാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല. മേപ്പോട്ട് വലിച്ച ശ്വാസം കീഴോട്ട് കിട്ടിയില്ലെങ്കിൽ പേര് മാറി പൊന്നെ. ഇന്ന് ഞാൻ റഹ്മാനിയ, ചിലർക്ക് പ്രഭാഷകനാ, എന്റെ ഭാര്യയുടെ റൂമിലെത്തിയ ഞാൻ ഭർത്താവാ, എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ മകനാ, എന്റെ ശിഷ്യന്മാർക്ക് ഞാൻ ഉസ്താദാ, നിങ്ങൾക്ക് ഞാൻ പ്രഭാഷകനാ. എന്നെ കേൾക്കുന്ന പൊന്നുമോനെ, ഇതൊക്കെ ശ്വാസശേഷി കൊണ്ട് വരുന്ന വേറെ വേറെ പേരുകളാ. എന്നാ ശ്വാസം അങ്ങ് നിലച്ചാ പേര് എല്ലാവർക്കും ഒന്നാ. അല്ലാ അല്ലാ. മയ്യിത്തെന്ന പേര് വേറി ആരാരുമില്ലാത്ത 6 അടിയിലേക്ക് 6 ആളുള്ള കട്ടിലേറി ആരാന്റെ തോളിലേറി പോകുന്ന മൂക്കിൽ പഞ്ഞും വെച്ച് പോകുന്ന ഒരു രംഗമില്ലേ. നമ്മുടെ ഹൈറായ ആനന്ദ ദിവസം അതായി മാറണേ. നമ്മുടെ സുരക്ഷിതത്തിന്റെ താവളം ഖബറായി മാറണേ. നാളത്തെ തറവാട് സ്വർഗമായി മാറണേ. അതിന് ഈ സദസ്സൊരു സഹായകമാകണേ.